സ്നേഹാനന്ദങ്ങൾ പ്രിയമുള്ളവരെ, വി വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മളോടൊപ്പം വളരെ സുവിശേഷ വയലിൽ എക്സ്പീരിയൻസ് ഉള്ള ദീർഘവർഷങ്ങൾ ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു ദേവദാസനാണ് ഇന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കാൻ കടന്നു വന്നിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം, ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുസന്നിധിയിലേക്ക് അടുത്ത് വരുവാൻ അവിടുന്ന് ചെയ്ത നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രത്യേകിച്ചും ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന പ്രിയപ്പെട്ട പാസ്റ്റർക്കായി സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ആത്മീക ഉത്തേജനത്തിന് കാരണമായി തീരണം. അപ്പോൾ ഞങ്ങളുടെ കുടവശങ്ങളെ ക്ഷമിക്കണം. ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം കർത്താവ്. ഈ വീഡിയോ കാണുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ദൈവകൃപയാൽ പൊതിയണം. വൻകാര്യങ്ങൾ നീ ചെയ്യാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സകലമാനവും സകല മഹത്വവും ഞങ്ങൾ അവിടുത്തെ കൽപ്പിക്കുന്നു. യേശു മൂലം ഞങ്ങൾ താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ നമ്മൾ വി വിറ്റ്നസിൽ സുവിശേഷ വയലിൽ ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ദേവദാസന്മാർ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു സെഷനാണ്. പ്രത്യേകിച്ചും നമുക്ക് സന്തോഷമുണ്ട്. നോർത്ത് ഇന്ത്യൻ അനുഭവങ്ങളൊക്കെ ഉള്ള ദേവദാസന്മാർ കൂടുതലും വി വിറ്റ്നസിൽ വരുന്നു. നമുക്ക് ഇന്നും അങ്ങനെ ഒരു പ്രിയപ്പെട്ട വളരെ സീനിയറായിട്ടുള്ളൊരു പാസ്റ്ററെയാണ് നമ്മളോടൊപ്പം ലഭിച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പ്രഷർക്ക് വേണ്ടി പ്രിയപ്പെട്ട പാസ്റ്റർ ജോർജ് തോമസിനെ പരിചയപ്പെടുത്തുകയാണ്. USA നിന്നാണ് താനിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയപ്പെട്ട പാസ്റ്റർ ജോർജ് തോമസിനെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം പാസ്റ്റർ. പ്ലീസ് ലോൺ. USA എവിടെയാണ് ഇപ്പോൾ പാസ്റ്റർ സ്റ്റേ ചെയ്യുന്നത്? ഡാളസ്. ശരി, ഡാളസിൽ നിന്നാ ജോയിൻ ചെയ്തേക്കുന്നത് അല്ലേ? അല്ല, ജോയിൻ ചെയ്തിരിക്കുന്നത് ചാറ്റനൂഗ എന്ന് പറയുന്ന. എന്നോട് പറഞ്ഞിരുന്നു അവിടെ ഇന്നൊരു ഫ്യൂണറലുമായിട്ട് ബന്ധപ്പെട്ടതാണ്ട് അങ്ങോട്ട് അല്ലേ? ശരി ശരി, എന്നോട് പറഞ്ഞിരുന്നു ഇന്ന് ട്രാവൽ ചെയ്യുകയാണ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ പ്രോഗ്രാം ഒന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു. അന്ന് നമുക്ക് തടസ്സങ്ങൾ പറ്റി. അതുകൊണ്ട് എന്താണെങ്കിലും പാസ്റ്റർ ട്രാവൽ ചെയ്യുകയാണെങ്കിലും ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി സമയം അനുവദിച്ചു തന്നു. അതിനുവേണ്ടി ആദ്യമേ നന്ദി പറയുകയാണ്. ദൈവം ഈ ഒരു സെഷൻ വളരെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കട്ടെ. നാട്ടിലൊക്കെ എവിടെയാ? നാട്ടിൽ ഞങ്ങൾ കൊടുങ്ങേശ്വര എന്ന് പറയുന്ന സ്ഥലത്ത് പേരൻസ് അവര് കോഴഞ്ചേരി പുല്ലാട് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് അവർക്ക് ചെങ്ങറയിലേക്ക് പോവുകയും അവിടെ സ്ഥലം വാങ്ങി അവിടെ പാർക്കുകയും ചെയ്ത് ഞങ്ങളൊക്കെ. ഞാൻ ജനിച്ചത് ചെങ്ങറ എന്ന് പറയുന്ന സ്ഥലത്താണ്. ചെങ്ങറ എന്ന് പറയുന്നത് കുമ്പഴ എസ്റ്റേറ്റ് എന്നൊക്കെ പറയുന്നതായ ഒരു സ്ഥലമാണ്. അതല്ലെങ്കിൽ പത്തനംതിട്ട അടുത്തുള്ള സ്ഥലമാണ്. അതെ, ചെങ്ങറ എസ്റ്റേറ്റുമായിട്ടുള്ള ബന്ധത്തിൽ രാഷ്ട്രീയ സമരങ്ങൾ, ചെങ്ങറ സമരം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് ഓർക്കുന്നു. സമരങ്ങളുടെ ഒക്കെ ഒരു നാടാണ് അല്ലയോ? അതെ, നേരത്തെ ഒന്നും ഇല്ലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവിടെ ഭൂമിക്ക് വേണ്ടിയൊക്കെ ആളുകൾ, ഞങ്ങള് ചെറുപ്പത്തിലൊക്കെയും അവിടുത്തെ ഇംഗ്ലീഷുകാരായിരുന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരായിരുന്നു അതിൻ്റെ ആ എസ്റ്റേറ്റിൻ്റെ ഒക്കെ അഡ്മിനിസ്ട്രേഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയങ്ങളിലൊക്കെ വളരെ പീസ്ഫുൾ ആയിരുന്നു, ഒന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു. അതെല്ലാം വിട്ടുപോയിട്ട് അവരെല്ലാം വിട്ടുപോയതിന് ശേഷമായിട്ട് പിന്നീട് അവിടെയുള്ളതായ ആളുകൾ ഒഴിഞ്ഞു പോകാനായിട്ട് അത് എടുത്തതായ കമ്പനിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ അവർ സമരത്തിലൊക്കെ പോയതാണ്. കുടുംബ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ, മാതാപിതാക്കളെ കുറിച്ച്, ജനിച്ചു വളർന്ന പശ്ചാത്തലം. എൻ്റെ മാതാപിതാക്കൾ മർത്തുമ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരായിരുന്നു. എന്നാൽ എൻ്റെ മാതാവ് 15-ാമത്തെ വയസ്സിൽ തന്നെ റഷ്യയുടെ അനുഭവത്തിലേക്ക് വന്നതുകൊണ്ട് തൻ്റെ മാര്യേജ് 16-ാമത്തെ വയസ്സിൽ നടന്നു. അതിനുശേഷമായിട്ട് പിതാവും അതുപോലൊക്കെ തന്നെ മാരാമൺ കോഴഞ്ചേരി മാരാമണിലെ വെല്ലുവിളിയിലെ മെമ്പറൊക്കെ ആയിരുന്നുവെങ്കിലും അവരൊന്നും വേണ്ട നിലയിൽ വിശ്വാസത്തിലായിരുന്നില്ല. എല്ലാവരും മർദ്ദമായുടെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. പക്ഷേ ദൈവത്തിന് വേണ്ടി അതുപോലെ അമ്മ ആഗ്രഹിക്കുന്ന നിലയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ ഗ്രാൻഡ് ഫാദർ അത്ര നല്ല ആ നിലയിൽ പുള്ളിക്കാരന് ഒരു വിശ്വാസിയായിരുന്നില്ല എന്ന് കൂടെയാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പിന്നീട് കേട്ടിട്ടുള്ളത്. ഞാൻ വലിയ നിലയും മറ്റുള്ളതായ കാര്യങ്ങളിലുമൊക്കെയും പല നിലയിലും ഞാൻ ആയിരുന്നത് കൊണ്ട് ആ സ്ഥലത്ത് തെക്കേ ചെരുവിൽ നിന്നുള്ള വീട്ടുപേരിൽ അവർ അറിയപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷവും ഞാൻ
അതേക്കുറിച്ച് കേട്ടത്. ഞാൻ ഞാൻ അമേരിക്കയിൽ വിസിറ്റിങ്ങിന് 90-ലൊക്കെ വരുമ്പോൾ അവിടെ ഒരു വലിയ ചർച്ചിൽ ഞാൻ പ്രസംഗിച്ചിട്ട് വെളിയിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു പ്രായമുള്ള പിതാവിനോട് ചോദിക്കുകയുണ്ടായി, കുഞ്ഞെ, നീ കോന്നിയിൽ ഏത് വീട്ടിലെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വീട്ടുപേര് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ വല്യപ്പനെ നിനക്ക് പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, വല്യപ്പനെ കണ്ടിട്ടുണ്ട്, വല്യപ്പൻ്റെ അടുത്ത് എൻ്റെ അമ്മ എന്നെ വിടത്തില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ അദ്ദേഹം പറയുകയുണ്ടായി, ആ മനുഷ്യൻ വലിയ ദോഷം അഥവാ അദ്ദേഹത്തിൽ നിന്ന് പല അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. നീ ആ കുടുംബത്തിൽ, നീ വേദപുസ്തകവുമായിട്ട് ന്യൂയോർക്കിൽ വചനം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ദൈവം ആ കുടുംബത്തിൽ നിന്നും ഒരു കൊച്ചുമകൻ സുവിശേഷം പറയാൻ എത്തിയതിൽ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. ശരി. അപ്പോൾ അങ്ങനെയുള്ളൊരു പശ്ചാത്തലം അല്ലേ, അത് തന്നെ ഒരു വലിയ സാക്ഷ്യമാണ്. കാരണം ദൈവം ഒരു വ്യത്യസ്തമാകുന്ന പശ്ചാത്തലത്തിൽ നിന്ന് സുവിശേഷവുമായിട്ട് പ്രിയ പാസ്റ്റർകളെ നിർത്തി. നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നെന്ന് എൻ്റെ അറിവ്. എവിടെയൊക്കെ ആയിരുന്നു? ഞാൻ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമായിട്ട് അതിനുശേഷമായിട്ട് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മാതാവ് പിതാവും വിശ്വാസത്തിൽ വന്ന് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് മാതാവും പിതാവും വന്നിരുന്നു. കാരണം ഞങ്ങള് മാതാവിൻ്റെ വലിയ പ്രാർത്ഥനയും വലിയ ശുശ്രൂഷയും അനേക ദൈവമക്കൾ, ദൈവദാസന്മാർ ആ വീട്ടിൽ പാർക്കുകയും വരികയും പോവുകയൊക്കെ ചെയ്യുന്നതായ ആ സമയങ്ങളിൽ വേറെ വിശ്വാസികളൊന്നും ആ സ്ഥലത്ത് ഞങ്ങളായിരിക്കുന്ന ഗ്രാമങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരും വന്നാലും ഞങ്ങളുടെ വീട്ടിലായിരുന്നു പാർത്തുകൊണ്ടിരുന്നത്. അതൊക്കെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ പിതാവിനൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു, അവരെ സ്വീകരിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും. ആ നിലയിൽ കൂടെ ഞങ്ങൾ വളർന്നു. ഞങ്ങൾ 11 പേരായിരുന്നു. 11 പേരിൽ ഞാൻ 6ാമത്തവനായിട്ടാണ് ജനിച്ചത്. കർത്താവിൻ്റെ കൃപയാൽ എല്ലാവരും വിശ്വാസത്തിലും അവരുടെ മക്കളെല്ലാവരും പല രാജ്യങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ദൈവം ഓരോരുത്തരെ ആക്കിയിട്ടുണ്ട് എന്ന്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷമായിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് പോയത്, ഇൻഡോറിലേക്കാണ് പോയത്. കാരണം എൻ്റെ മൂത്ത സഹോദരിയും ഹസ്ബൻഡ് പാസ്റ്റർ AJ സാമുവൽ എന്ന് പറയുന്ന കർത്തൃദാസൻ എന്ന ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹം പാസ്റ്റർ ക്യാപ്റ്റൻ AM സാമുവലിൻ്റെ ഫസ്റ്റ് കസിൻ മൂത്ത സഹോദരനാണ്. ജ്യേഷ്ഠനന്യന്മാരുടെ മക്കളാണ് അദ്ദേഹം. അവിടേക്ക് നേരത്തെ തന്നെ സുവിശേഷ വേലയ്ക്കായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. അപ്പോൾ അവരെന്നെ അങ്ങോട്ട് വിളിച്ചു. അങ്ങനെ ഞാൻ അവിടേക്ക് പോവുകയുണ്ട്. അവരുടെ കൂടെ പുറത്ത് ഞാൻ ജോലി ചെയ്യാനായിട്ട് ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് ജോലി കിട്ടി, സെൻട്രൽ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ ഞാൻ ജോലി ചെയ്യുകയും മാതാപിതാക്കളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ഇൻഡോറിലാണ് ഞങ്ങൾ ആദ്യം സെറ്റിലായത്. അതിനുശേഷമായിട്ട് അതിനടുത്തുള്ള മൗ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജോലിയിൽ പോയിരുന്നു. പിന്നീട് ഞാൻ 8 വർഷം കഴിഞ്ഞതിന് ശേഷമായിട്ട് മാരീഡാകുന്നു. മാരേജ് ആയതിനു ശേഷം വീണ്ടും ആ സ്ഥലത്ത് കുറേ നാൾ കൂടെ തുടരാനിടയായി. മൗ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ മൂവ് ചെയ്തു ഫാമിലിയായിട്ട്. അവിടെ എൻ്റെ വൈഫ് ബോംബെയിലുള്ള GT ഹോസ്പിറ്റലിൽ മറ്റും നഴ്സിംഗ് പഠിച്ചതായിരുന്നു. അതുകൊണ്ട് നേഴ്സായിട്ട് തനിക്ക് വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. എന്നാൽ തനിക്കൊരു ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് തന്നെ വല്ലാതെ അലട്ടിയിരുന്നൊരു മൂഡ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയതെങ്കിലും അത് ഒരു റീസണായി വന്നു. ഞാനും കർത്താവിൻ്റെ വേലയിലേക്ക് വരാനായിട്ട് ദൈവം ഒരു മുഖാന്തരം ഒരുക്കിയതാണെന്ന് ഞാൻ പിന്നീട് അത് മനസ്സിലാക്കാനിടയായി. ശരി, അങ്ങനെയാണ് ഒരു ശുശ്രൂഷാ മേഖലയിലേക്ക് വരുന്നത് അല്ലേ? അതെ. അവിടെ നിന്ന് പാസ്റ്ററിനെ ഞാൻ ഇനി ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിച്ചില്ലെങ്കിലും കണ്ടിന്യൂസ് ജീവിതാനുഭവങ്ങൾ പറയാം കേട്ടോ. അപ്പം ഞാൻ കേൾക്കാൻ റെഡിയാണ്. കണ്ടിന്യൂ ചെയ്യാം. ചെറിയ പ്രായം മുതലുള്ള എല്ലാ അനുഭവങ്ങളും പറയാം. അപ്പം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞാൻ അവിടെ നിന്ന് മൗ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ അവിടെ കുടുംബമായി പാർക്കുമ്പോൾ അവിടെ വെച്ച് അവിടേക്ക് ഒരു ദൈവദാസൻ, ഒരു യങ് കപ്പിൾ അവിടേക്ക് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വന്നു. അവരോട് ഒരുമിച്ച് ഞങ്ങളും അവിടെ ആരാധിക്കുകയും അങ്ങനെ കർത്താവിൻ്റെ വേലയിൽ വേണ്ടതായ ചുമല കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ സ്ഥലത്ത് കുറച്ച് നാളായിരുന്നപ്പോൾ
അദ്ദേഹത്തിന് ഒരു 40 ദിവസം ഉപവസിക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ബ്രദറെ ഞാനൊരു 40 ദിവസം ഉപവാസം എടുക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, അത്യാവശ്യം നല്ല കാര്യമാണ്, ഞാനും ഒരു 10-21 ദിവസം ഉപവാസം എടുക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തോടുകൂടെ ഞാനും ഒരു 21 ദിവസം ഉപവാസത്തിന് വേണ്ടി ആഗ്രഹിച്ചു. അങ്ങനെ ആമേൻ, ഞാനും ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. എങ്കിലും ഒരു നേരം 10 ദിവസം അങ്ങനെ ഒരു നേരം കഴിക്കുന്നു. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഫുൾ ടൈമായിട്ട് ഉപവസിച്ചു. അങ്ങനെ 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്തത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ചേഞ്ചസ് ആയി ദൈവം മാറ്റി. കാരണം എൻ്റെ വൈഫിന് അതിന് ശേഷമായിട്ടൊരു നല്ല ജോലി കർത്താവ് കൊടുക്കുന്നു. മിലിറ്ററി ഹോസ്പിറ്റലിൽ തനിക്കൊരു ജോലി കർത്താവ് കൊടുത്തു. അത് ഡൽഹിയിലേക്കാണ് തനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. അങ്ങനെ ഡൽഹിയിലേക്ക് തനിക്ക് പോസ്റ്റിംഗ് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ കുടുംബമായിട്ട് അവിടേക്ക് പോകത്തക്കവണ്ണം എനിക്കും അവിടേക്ക് പെട്ടെന്ന് തന്നെ ഒരു ട്രാൻസ്ഫർ ഓർഡർ ഞാൻ അപ്ലൈ ചെയ്ത് വാങ്ങിക്കുകയുണ്ടായി. അങ്ങനെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങൾ രണ്ടുപേരും ആ സ്ഥലത്ത് ഡൽഹി കണ്ടോൺമെൻറ് ഏരിയയിൽ താമസിക്കുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ തരുന്നു. ഞങ്ങൾ അന്ന് പാസ്റ്റർ KT തോമസ് ഗ്രീൻ പാർക്കിൽ ഉള്ള ദൈവദാസൻ്റെ ആ ചർച്ചിൽ ഞങ്ങൾ ആരാധിക്കാൻ പോകുമായിരുന്നെങ്കിലും അത് ഞങ്ങൾക്ക് ദൂരമായിരുന്നു. അന്നത്തെ സമയത്തുള്ളതാകുന്ന ബസ് ഇന്നത്തെ പോലെയുള്ള ബസ് സർവീസ് അല്ലായിരുന്നു. മുഴുവനും ആളുകൾ കയറി തിങ്ങി ഞാന്ന് കിടന്ന് പോകുന്നതായ അനുഭവമാണ്. കുടുംബമായി കുഞ്ഞുങ്ങളുമായി അതിലുള്ള ബസ്സിലുള്ള കയറിപ്പോക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും പോകാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ആരാധന ഒരിക്കലും മുടക്കുന്നത് ഞങ്ങൾ ചെറുപ്പം മുതലേ ആ കാര്യത്തിൽ വളരെ എൻ്റെ മാതാപിതാക്കൾ ആ കാര്യത്തിൽ ഞങ്ങളെ അഭ്യസിപ്പിച്ച ഒരു സത്യമാണ്. എന്തെല്ലാം മുടക്കിയാലും ആരാധന മുടക്കരുത്. അങ്ങനെ ഞങ്ങൾ ആരാധനയ്ക്കായി പോവുകയും എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് ഒരു പ്രേരണ തരികയുണ്ടായി. വൈകിട്ട് സൺഡേ ഈവനിങ്ങിൽ ഒരു പ്രാർത്ഥന ആ ഏരിയയിൽ ആരംഭിക്കാനായിട്ട്. ഞാൻ അവിടെ നിന്ന് അവിടെയുള്ള ഒരു പഴയ സഹോദരനോട് ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി, ബ്രദർ നമുക്ക് ഈ ഏരിയയിൽ ഒരു പ്രാർത്ഥന സൺഡേയിൽ തുടങ്ങണം. ഒത്തിരി മിലിറ്ററി ഫാമിലികൾ, എയർഫോഴ്സ് മിലിറ്ററിയിലുള്ള ആളുകൾ ഇവിടെ ഫാമിലിയായിട്ട് താമസിക്കുന്നുണ്ട്. അവർ മർത്തോമക്കാർ, യാക്കോബക്കാരൊക്കെയാണ്. അവരാരും ഒരു ആരാധനയ്ക്കൊന്നും പോകുന്നവരല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള ആരാധനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് തുടങ്ങണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞത്, ബ്രദറെ അത് ഇവിടെ നടക്കുന്ന കാര്യമല്ല. ഞാൻ ഉത്സാഹിച്ചിട്ടുണ്ട്, പക്ഷെങ്കിൽ 2-3 ആഴ്ചയിൽ കൂടുതൽ ആളുകൾ വരികയില്ല, പിന്നെ അത് സ്റ്റോപ്പായി പോകും. അതുകൊണ്ട് എന്നോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ നിരാശയോട് എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിയുണ്ടായി. ഞാൻ നിരാശയോട് മടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നീ തന്ന ഈ ആഗ്രഹം ഇത് യഥാർത്ഥമായി ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് ഞാൻ അറിയാനായിട്ട് ദൈവസന്നിധിയിൽ ഒരു 3 ദിവസം ഉപവസിക്കാനായി തീരുമാനിച്ചു. ഗിദെയോൻ ദൈവസന്നിധിയിൽ ഒരു സൈൻ ചോദിച്ചതുപോലെ ഞാനും ഒരു സൈൻ ചോദിച്ചു, കർത്താവേ, ഈ 3 ദിവസത്തിനുള്ളിൽ ആരെങ്കിലും എന്നോട് ഒന്ന് പറയണം, ഇവിടെ ഒരു പ്രാർത്ഥന നടത്താം എന്ന് പറഞ്ഞാൽ ഞാനത് ദൈവഹിതമായിട്ട് ഞാൻ കണക്കാക്കും എന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉപവസിക്കാൻ തുടങ്ങി. 2-ാമത്തെ ദിവസം ഞാൻ ഉപവാസത്തിൻ്റെ ദിവസം മാർക്കറ്റിലേക്ക് പോകുന്ന വഴിക്ക് വേറൊരു TPM സഹോദരൻ എന്നെ മീറ്റ് ചെയ്യുകയുണ്ടായി. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ചായ, ഇവിടെ ഒരു പ്രാർത്ഥന നമുക്ക് തുടങ്ങരുതോ എന്ന് അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വന്നത്, ദൈവം അദ്ദേഹത്തെ കൊണ്ട് ഈ വിഷയം എന്നോട് സംസാരിപ്പിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുമില്ല. എന്നാൽ അങ്ങനെ ഒരു അനുഭവം ദൈവം എനിക്ക് തന്നതുകൊണ്ട് 3-ാമത്തെ ദിവസത്തെ ഫാസ്റ്റിങ്ങിന് ശേഷം ഞാൻ മറ്റുള്ളവരോട് പറയുകയുണ്ടായി, അതെ, നമുക്കൊരു പ്രാർത്ഥന എൻ്റെ വീട്ടിൽ, എൻ്റെ റൂമിൽ തന്നെ ആരംഭിക്കുകയാണ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് വരാം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ റൂമിന് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുപോലെ ആളുകൾ വന്നുകൂടി. അപ്പോൾ അദ്ദേഹം നേരത്തെ എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞ് 2-3 ആഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞെങ്കിലും അത് ദിവസങ്ങൾ കഴിയുന്തോറും ദൈവം ആ അനുഭവങ്ങൾ മാറ്റിക്കൊണ്ടേയിരുന്നതായിട്ട് ഞാൻ കാണുകയുണ്ടായി. പലരും പറഞ്ഞു, ഞായറാഴ്ച വരുവാനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ചിലരൊക്കെ പല ചർച്ചകളിൽ പോകുന്നവരാണെങ്കിലും അവർക്കും വലിയ ഉത്സാഹമുണ്ട് ഞായറാഴ്ച വൈകിട്ട് അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നതിന്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ്
ഒരു റോമൻ കത്തോലിക്ക സഹോദരൻ. പണ്ട് ഞാൻ നേരത്തെ അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എൻ്റെ വൈഫുമായി ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹം വലിയ സന്തോഷത്തോടെ ഞങ്ങളെ സ്വീകരിക്കുകയുണ്ടായി. ആദ്യം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്താണ് പ്രാർത്ഥന എന്നൊക്കെ എന്നോട് ചോദിക്കുകയും അദ്ദേഹം അങ്ങനെ ചിരിക്കുകയും അതിനകത്ത് കോപ്പറേറ്റ് ചെയ്യാതിരുന്ന മനുഷ്യനാണെങ്കിലും തൻ്റെ അനുഭവത്തിൽ അത് വലിയ ചേഞ്ചസ് ആയി ഞാൻ കാണുകയുണ്ട്. കണ്ണൂരുകാരാണ്. അദ്ദേഹം പറയുകയുണ്ടായി, അന്ന് അച്ചായനെ കണ്ടതിന് ശേഷം പിന്നെ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടായി, പക്ഷേ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ വലിയ സന്തോഷത്തോടെ അദ്ദേഹം എന്നെ സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു പ്രാർത്ഥനയുണ്ട്, നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് സംബന്ധിക്കാനാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പോൾ പറയുകയുണ്ടായി, ഞാൻ പാപം ചെയ്യുന്ന ആളല്ല, എന്നിൽ ഒരു പാപവുമില്ല. കാരണം ഞാൻ എൻ്റെ പാപങ്ങളും എൻ്റെ പുരോഹിതനോട് ഞാൻ പറയുന്നു, പുരോഹിതൻ അതെല്ലാം എന്ത് ചെയ്യുന്നു, അത് ക്ഷമിക്കുന്നു. അദ്ദേഹം ആ പാപച്ചീട്ട് അല്ലെങ്കിൽ ആ റെസിപ്റ്റ് എനിക്ക് തരുന്നു. ഞാൻ പണമടച്ച് എൻ്റെ പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തിയപ്പോൾ എൻ്റെ ഒരു പാപവും ഇല്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, അത് നല്ല കാര്യമാണ്. പാപമില്ലാത്തതായ മനുഷ്യനെ കാണുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ആ പ്രാർത്ഥനയ്ക്കൊന്ന് വന്ന് സഹകരിക്കുന്നതിൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞ് അങ്ങനെ അദ്ദേഹം കുടുംബമായി ഞങ്ങൾ വിളിച്ചതനുസരിച്ച് അവിടേക്ക് വന്നു. എന്നാൽ താൻ വന്നിരുന്ന സമയം മുതൽ തൻ്റെ ജീവിതത്തിന് വ്യത്യാസം കണ്ടു. ഞാൻ എഴുന്നേറ്റ് ദൈവവചനം പറയാനായിട്ട് ഞാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ മനുഷ്യൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ കുറച്ചു നേരം നോക്കിയതിന് ശേഷം അദ്ദേഹത്തോട് ഞാൻ പറയുകയുണ്ടായി, നിങ്ങൾ ബ്രദർ ഫിലിപ്പ്, അദ്ദേഹത്തിൻ്റെ പേര് ഫിലിപ്പ് എന്നായിരുന്നു, ബ്രദർ ഫിലിപ്പ്, നിങ്ങൾ കരയുന്നത് എന്തിനാണ്? നിങ്ങൾ എഴുന്നേറ്റ് കാര്യം പറഞ്ഞെങ്കിൽ നന്നായിരുന്നു, എല്ലാവർക്കും കേൾക്കാമല്ലോ. അന്നേരം അദ്ദേഹം പറഞ്ഞതായ കാര്യം ഇതാണ്, ഞാനിവിടെ വന്ന് ഞാൻ വിചാരിച്ച് എനിക്കൊരു പാപവും ഇല്ല എന്ന്. എന്നാൽ അങ്ങനെയല്ല. ഞാൻ വന്നിരുന്ന സമയം മുതൽ ഞാൻ ടി വിയിൽ കാണുന്നത് പോലെ എൻ്റെ സകല പാപങ്ങളും ദൈവം എൻ്റെ മുമ്പാകെ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതായി ഞാൻ കാണുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, എൻ്റെ ഒരു പാപങ്ങളും ക്ഷമിക്കപ്പെട്ടിട്ടില്ല എന്ന് എനിക്ക് നന്നായി മനസ്സിലായി എന്ന് ഫിലിപ്പ് പറഞ്ഞത് കരഞ്ഞുകൊണ്ട് പറയുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും പാപത്തെ ഏറ്റുപറയുകയും ചെയ്താൽ ഇവിടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടവനായി നീ ഇവിടെ നിന്ന് കടന്നു പോകാൻ കഴിയും. യേശു നിന്റെ പാപങ്ങളെ ക്ഷമിക്കും. അപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചു. അങ്ങനെ കർത്താവിനെ കർത്താവായി അംഗീകരിക്കുകയും തൻ്റെ പാപങ്ങൾക്ക് പരിഹാരം കർത്താവ് കൊടുത്ത് താൻ ഒരു നല്ല തികഞ്ഞ ആത്മീയനായിട്ട് വിശ്വാസിയായി താൻ മാറുകയും പിന്നീട് താൻ ഒരിക്കലും കത്തോലിക്ക ചർച്ചിൽ പോയിട്ടില്ല. അതാണ് എൻ്റെ വാസ്തവം, എൻ്റെ സത്യം അതാണ്. തൻ്റെ ഭാര്യ അതിന് എതിരായിരുന്നെങ്കിലും ഭാര്യയെയും ദൈവം മാറ്റി. ഈ സഹോദരൻ പിന്നീട് പോയി ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു രാമചന്ദ്രൻ ഉണ്ടായിരുന്നു. ആ രാമചന്ദ്രൻ ഇതുപോലെ തൻ്റെ വയറ്റിനകത്തൊരു വേദന വല്ലാതെ തന്നെ അലട്ടിക്കൊണ്ടിരുന്നു. വർഷങ്ങളായിട്ട് താൻ ഒരുപാട് ഹോസ്പിറ്റലുകൾ മാറി അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഒത്തിരി മരുന്നുകൾ മാറി കഴിച്ചിട്ടുണ്ട്. ഒത്തിരി ദേവന്മാരെ മാറി പൂജിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ എല്ലാം ഒടുവിലായിട്ടാണ് താനെ ഫിലിപ്പിനോട് പറയുന്നത്, നിങ്ങളുടെ പള്ളിയിൽ എനിക്കൊരു നേർച്ച നേരണം, അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചൊന്ന് പോയി ഒരു നേർച്ചയൊക്കെ കഴിക്കണം, നാട്ടിൽ പോകുമ്പം വേണേ അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഫിലിപ്പ് പറഞ്ഞു, അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ നമുക്കൊരു വീടുണ്ട്, പ്രാർത്ഥിക്കുന്ന ഒരു വീടാണ്, അവിടേക്ക് നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. ആ രാമചന്ദ്രനെയും വിളിച്ചുകൊണ്ട് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. എന്നോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറയുണ്ടായി, രാമചന്ദ്ര, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് ഇന്ന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ വിശ്വസിക്കുന്ന കർത്താവിന് കഴിയും. അതെ, എന്നാൽ നീ ആ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ, യേശുവിനെ നീ അംഗീകരിക്കുവാനായി നീ തയ്യാറായാൽ നീ പരിഹാരം പ്രാപിച്ച് ഇവിടെ നിന്ന് പോകുമെന്ന് ധൈര്യത്തോടെ ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ വളരെ സന്തോഷത്തോടെ യേശുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിച്ചതായ അനുഭവം ഞാൻ അവിടെ കണ്ടു. അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ 3 പേരും മുട്ടുമടക്കി തറയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ വയറ്റിൽ കൈവച്ച് രാമേന്ദ്രന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച അവനിലുള്ള ആ ദുർഭൂതത്തെ, ആ സാത്താൻ്റെ പോരുകളെ ഞാൻ ശാസിച്ചു.
കർത്താവ് വിടുതലയച്ചു. അവൻ സൗഖ്യമുള്ളവനായി പോയി. പിന്നീട് അവന് യാതൊരു വേദനയോ രോഗമോ അവനെ അലട്ടാൻ ദൈവം അനുവദിക്കാതെ പൂർണ്ണ സൗഖ്യത്തോടെ പോയതായ വ്യക്തി തൻ്റെ വീട്ടിൽ ചെന്ന് തനിക്കുണ്ടായിരുന്ന സകല ദൈവങ്ങളെയും എടുത്ത് താൻ വെളിയിൽ കളയുകയായിരുന്നു. അയൽവാസികളായ പിള്ളയും മറ്റും അവരും ഒക്കെ ചോദിച്ചു, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ, എന്താണ് നീ കാണിച്ചത്? എന്നാൽ ഇപ്പോൾ ഒരു സത്യദൈവത്തെ കാണാൻ എനിക്ക് ഭാഗ്യം കർത്താവ് തന്നു. അതാണ് യേശു ആണ് സത്യ ദൈവമെന്ന് അവൻ അവരോടും പറയാൻ ഇടയായി തീർന്നു. അവരൊക്കെ ഭീഷണി മുടക്കി, നിന്നെ അടിക്കും, നിന്റെ വീട്ടിൽ വരുന്ന ആ വ്യക്തി ആരാണ്? അപ്പോൾ ഞാൻ അവിടെ വിസിറ്റ് ചെയ്തിരുന്നു, അത് എൻ്റെ ഗുരുവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗുരുവിനെയും നിന്നെയൊക്കെ അടിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണി മുഴക്കിയപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് വെറുതെയാണ്. സാത്താൻ എപ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ ഇത് ചെയ്യുന്ന കാര്യമാണ്. ആദ്യത്തെ അവൻ്റെ ജോലിയാണ് ഭീഷണി മുഴക്കുക. ടെറിട്ടോറിയൽ ഫോഴ്സസ് എന്ന് പറയുന്ന ദുഷ്ടപിശാചിൻ്റെ ജോലിയാണ് ഇൻറ്റിമിഡേഷൻ എന്ന് പറയുന്നതായ ജോലി. ആ ഇൻറ്റിമിഡേഷൻ നിന്നെ ഭയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നീ അതൊന്നും ഭയപ്പെടേണ്ട, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്. അവനും അവൻ്റെ ഭാര്യയും മുന്നോട്ട് വന്നു. അവൻ സ്നാനപ്പെടാനായി വന്നു. അവൻ്റെ ഫിലിപ്പ് സ്നാനപ്പെടാൻ താല്പര്യപ്പെട്ടു. അപ്പോൾ രാമേന്ദ്രൻ്റെ ഭാര്യ കൂടി വന്നിട്ട് പറഞ്ഞു, എനിക്കും സ്നാനപ്പെടുന്നു. ഞാൻ പറഞ്ഞു, നീ എന്തിനാ സ്നാനപ്പെടുന്നത്? അയ്യോ, എൻ്റെ അച്ചായൻ സ്നാനപ്പെടുകയാണല്ലോ, അതുകൊണ്ട് ഞാൻ സ്നാനപ്പെട്ടില്ലെങ്കിലോ. അതിനു വേണ്ടി സ്നാനപ്പെടണ്ട, നീ യേശുവിനെ വിശ്വസിച്ചാൽ മാത്രമേ സ്നാനപ്പെടുത്തത്തുള്ളൂ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എന്തിനും തയ്യാറാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിനെ അംഗീകരിക്കാൻ ഇടയായി തീർന്നു. അങ്ങനെ 3 പേരെയും കൊണ്ട് യമുന നദിയിൽ ഭാഷ കെട്ടി തോമസിൻ്റെ ചർച്ചിൽ നിന്ന് ഞാനത് അനൗൺസ് ചെയ്ത് അവിടെ നിന്നൊരു വലിയ ബസ്സൊക്കെയും അവർ ഹയർ ചെയ്ത് 120 പേര് 2 ബസ് തോന്നുന്നു 120 പേരോളം ഒന്നിച്ച് ആ നദിയിലേക്ക് പോവുകയും അങ്ങനെ ഇവരെ 3 പേരെയും അവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തുകയും ചെയ്തതായ കാര്യം ഞാൻ ഓർക്കുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. അതിനുശേഷമായിട്ടാണ് കർത്താവിനെ ഷാർജ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയക്കാനായി വഴികൾ ഒരുക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഡൽഹിയിൽ 1980 ഞാൻ ആ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനായി തുടങ്ങിയത്. അവിടെ ഞങ്ങൾ പല നിലയിലും പരസ്യയോഗങ്ങളും മറ്റുമൊക്കെയും ചെയ്യുകയുണ്ടായതോടുകൂടെ ഞാൻ ഹിന്ദിയിൽ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതായ ഒരു അനുഭവം എനിക്ക് കർത്താവ് തന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് പല തമാച്ചായൻ്റെ ചർച്ചിൽ കടന്നു വരുന്നതായ പല ദൈവദാസന്മാരുടെയും മെസ്സേജുകൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും പരസ്യയോഗങ്ങൾക്ക് ഞങ്ങൾ പോകുമ്പോൾ അന്നുണ്ടായിരുന്ന സി ജോർജ് എന്ന് പറയുന്നതായ ഒരു ദൈവദാസൻ, അദ്ദേഹം നാഷണൽ കോർഡിനേറ്ററായിട്ട് ഓൾ ഇന്ത്യ ലെവലിലൊക്കെയും വർക്ക് ചെയ്തിട്ടുള്ളതായ ഒരു ദൈവദാസനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് മദ്രാസിലെ മോനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫിലിമൊക്കെ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പബ്ലിക്കായിട്ട് പരസ്യയോഗങ്ങൾക്ക് ഞങ്ങൾ പോകുമ്പോൾ സഭയിലുള്ള ആളുകളൊക്കെ ഒന്നിച്ചാണ് പോകുന്നത്. അങ്ങനെ അവിടെയൊക്കെയും ഹല്ലേലൂയ കർത്താവിനെ മഹത്വപ്പെടുത്താൻ ദൈവം അവിടെയുള്ളതാകുന്ന കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അവരുടെ ചർച്ചിലും അതുപോലെ ഡൽഹിയിലുള്ള അവരുടെ ചർച്ചിലും ട്രാൻസ്ലേഷന് വേണ്ടി അവരെന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെയുള്ളതാകുന്ന അനുഭവത്തിലേക്ക് ദൈവം ഡൽഹിയിൽ വെച്ച് എന്നെ മിനിസ്ട്രിയിൽ ഞാൻ ജോലിയിലായിരിക്കുമ്പം തന്നെ മിനിസ്ട്രിയിൽ ഇൻവോൾവ് ചെയ്യുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ട് ഞാൻ ഷാർജയിലേക്ക് പോകാൻ ആഗ്രഹിച്ചില്ല. എങ്കിൽ ഒരു ദൈവദാസൻ എന്നോട് ആത്മാവിൽ ദൂത് പറഞ്ഞപ്പോൾ പറഞ്ഞു, അവിടെ 2 വഴികൾ ഒരുക്കപ്പെട്ടിട്ട്, ഒന്ന് ഒരു മിനിസ്ട്രിയുടെ വഴിയാണ്, 2 ഒരു ജോലിയുടെ വഴിയാണ്. അപ്പോൾ മിനിസ്ട്രിയുടെ വഴി ഉണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, ഞാൻ എന്നാൽ ഷാർജയിലേക്ക് പോകുന്നതിൽ എനിക്ക് സന്തോഷമാണ്. അങ്ങനെ ഞാൻ ഷാർജയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടുത്തെ ഒരു IPC ചർച്ചിലായിരുന്നു എൻ്റെ ബ്രദർ ലോയും സിസ്റ്ററും ഒക്കെ അന്ന് അവിടെ കൂടിക്കൊണ്ടിരുന്നത്. അവരോടൊപ്പം ഞാൻ അവിടെ ആ ചർച്ചിൽ ആരാധിക്കാനായി പോയി. അവിടെ ചെന്നപ്പോൾ അവരെനിക്ക് ദൈവവചനം പറയാനായിട്ട് അവസരങ്ങളെ തന്ന് 2 ആഴ്ച ഞാൻ അവിടെ വചനം പറഞ്ഞപ്പോൾ 3-ാമത്തെ ആഴ്ചയിൽ അവർ പറഞ്ഞ്, ഞങ്ങൾക്കിപ്പോൾ ഇവിടെ പാസ്റ്റർ ഇല്ല, അതുകൊണ്ട് എന്നെ അവർ പാസ്റ്ററായിട്ട് അംഗീകരിക്കുകയും അങ്ങനെ അവരുടെ ശുശ്രൂഷകൾ ചെയ്യുവാനായി ദൈവം എന്നെ ഉപയോഗിച്ചു.
ഒരു വർഷങ്ങൾക്ക് ശേഷമായിട്ട് ചില കാര്യങ്ങൾ അവിടെ ചർച്ചിൽ സഹോദരന്മാർ അല്ലെങ്കിൽ അവിടെയുള്ള കമ്മിറ്റി ചില ഡിസ്പ്യൂട്ടിലൊക്കെ പോയപ്പോൾ ഞാൻ സ്വയമായിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഈ ചർച്ച് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് പോകുമ്പോൾ എൻ്റെ കൂടെ കുറേ സഹോദരന്മാർ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞ് നമുക്ക് വേറൊരു ചർച്ച് തുടങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നതായ ഒരു ചർച്ച്, ഷാർജ ചർച്ച് ഓഫ് ഗോഡ് ആദ്യമായിട്ട് അവിടെ ആരംഭിക്കുന്നത്. ഇന്ന് ചർച്ച് ഓഫ് ഗോഡിൻ്റെ പല പല ചർച്ചുകൾ അവിടെ ഉണ്ടെങ്കിലും ആദ്യത്തെ ചർച്ച് 82 ആരംഭിച്ചത് ഞാൻ തന്നെയാണ്. കർത്താവ് എന്നെയാണ് അതിനുവേണ്ടി ഉപയോഗിച്ചത്. അതിൻ്റെ ശുശ്രൂഷകൾ ചെയ്യുവാനും 10 വർഷങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ മിനിസ്ട്രി ചെയ്യുവാൻ ദൈവനെ ആ നിലയിൽ ഉപയോഗിക്കുകയുണ്ടായിട്ടുണ്ട് ഷാർജ ചർച്ച് ഓഫ് ഗോഡിനകത്ത്. അതിനുശേഷം മറ്റ് ഒരു ദൈവദാസനെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ കൂടെ അവിടെ അന്ന് ഉണ്ടായിരുന്നതായ ജോലി ചെയ്യുന്ന ഒരു സഹോദരനെ തന്നെ പ്രാർത്ഥിച്ചാക്കിയതിന് ശേഷം, ജോസ് എന്ന് പറയുന്ന ഒരു സഹോദരനെ ആക്കിയതിന് ശേഷമാണ് ഞാൻ പോയത്. പിന്നീട് കാര്യങ്ങളൊക്കെ മാറി. എന്നാൽ ആ സമയത്ത് തന്നെ ദൈവനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയതായ ഒരു സമയമുണ്ട്. ഞാനൊരു വിസിറ്റിങ്ങിന് പോകുവാൻ ആഗ്രഹിച്ചതല്ല, എന്നാൽ എനിക്ക് ഹൃദയത്തിൽ ദൈവം തോന്നിച്ച ഒരു വിഷയമാണ്. ആ ഉപവാസം എടുക്കണം. എൻ്റെ യഥാർത്ഥമായ ആ കാര്യം എന്താണ്, ദൈവം എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ മാതാവ് എന്നോട് ഇപ്രകാരം ഒരു കാര്യം ആവശ്യപ്പെട്ടു പറയുകയുണ്ടായി, മോനെ, ഞാൻ ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു എന്ന് ഫോണിൽ കൂടെ ഇൻഡോറിൽ എൻ്റെ അമ്മ കടന്നു ചെന്നപ്പോൾ, അന്ന് എൻ്റെ വൈഫ് അവിടെ ഇൻഡോറിലായിരുന്നു, അവളോട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ എൻ്റെ മാതാവുമായി ഫോണിൽ സംസാരിക്കാനായിട്ട് എൻ്റെ വൈഫ് അവിടെ ഒരു അവസരം ഒരുക്കി. അങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എൻ്റെ അമ്മ പറയുണ്ടായി, നീ രണ്ടും കൂടെ നടത്തിയാൽ നിനക്ക് ഒരിടത്തും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഒന്നുകിൽ ജോലി അല്ലെങ്കിൽ കർത്താവിൻ്റെ വേല. അതുകൊണ്ട് ഇതിൽ ഒന്ന് നീ തിരഞ്ഞെടുക്കുക. നീ കർത്താവിൻ്റെ വേല ചെയ്താൽ നിശ്ചയമായും ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. എൻ്റെ ദൈവം നിന്നോട് കൂടെ ഇരിക്കും എന്ന് എനിക്ക് ഉറപ്പും ധൈര്യവും അമ്മയിൽ നിന്ന് കിട്ടി. എന്നാൽ കർത്താവ് എന്താണ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് അറിയാനായി 40 രാവും 40 പകലും ഉപവസിക്കാനായി ഞാൻ തീരുമാനമെടുത്തു. അങ്ങനെ ഞാൻ ഉപവാസം തുടങ്ങി. ഒരു 16 ദിവസങ്ങൾ ഉപവസിച്ചിട്ടും ഒരു സ്വപ്നമോ ദർശനമോ ഒരു വചനത്തിൽ കൂടെ ഒന്നും ദൈവം എന്നോട് ഇടപെടാത്തത് കൊണ്ട് എനിക്കൊരു നിരാശ തോന്നി. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത് നിന്റെ ഹിതമല്ല ഞാൻ ഉപവസിക്കുന്നതെങ്കിൽ ഞാൻ ഈ ഉപവാസം നാളത്തെ ദിവസം ബ്രേക്ക് ചെയ്യും. നിന്റെ ഹിതമാണെങ്കിൽ ഇന്ന് രാത്രിയിൽ നീ എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അന്ന് രാത്രി മുഴുവനും ദൈവം അനേക ദർശനങ്ങളാൽ എന്നെ നിറയ്ക്കുകയുണ്ടായി. അപ്പോൾ ആ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെ ആകമാനം കുലുക്കി. കാരണം ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞാൻ ഉപവാസം ബ്രേക്ക് ചെയ്യുമെന്ന് ദൈവസേന പറഞ്ഞപ്പോൾ അതിനെ കർത്താവ് തടസ്സപ്പെടുത്തി. എനിക്ക് സകല കാര്യങ്ങളും വെളിപ്പെടുത്തിയ കൂട്ടത്തിൽ ആദ്യത്തെ വെളിപ്പാടായിരുന്നു എൻ്റെ മാതാവിൻ്റെ മരണം കർത്താവ് എന്നെ അറിയിച്ചു. അതിനുശേഷമായിട്ട് ഞാൻ കണ്ടതായ വിഷയമാണ്, ഞാൻ ന്യൂയോർക്കിൽ ഒരു റോഡിൽ ഒരു വലിയ റോഡ് ഒരു വലിയ ജംഗ്ഷൻ എന്നെ കാണിച്ച് ഞാൻ ചുറ്റുപാടും നോക്കി. എവിടെയാണ് നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, ഇത് ന്യൂയോർക്ക് എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി കർത്താവ് എന്നെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോകുമെന്ന്. അതിനുശേഷം പിന്നീട് ഞാൻ കണ്ടത് ആഫ്രിക്കൻ ആളുകളുമായിട്ടൊക്കെ സഹകരിക്കുന്നതും അവരുമായി കൂട്ടായ്മയിൽ പോകുന്നതും വരുന്നതും അവരുടെ ഇടയിൽ പ്രസംഗിക്കുന്നതും കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈ ആഫ്രിക്കയിലേക്ക് കർത്താവ് അയക്കാനാണോ? എന്നാൽ ഇങ്ങനെയുള്ള ദർശനങ്ങൾ പലതും കർത്താവിനെ അന്ന് രാത്രിയിൽ കാണിച്ചതായ ഓരോരോ ദർശനങ്ങളും അതിൻ്റെ സമയമായപ്പോൾ ഓരോരോ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആദ്യത്തെ ദർശനം
സംഭവിച്ചത് എക്സാക്ട്ലി ആഫ്റ്റർ 30 days, 30 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവും പെട്ടെന്ന് മരിച്ചു എന്നുള്ളതായ വാർത്തയാണ്. എൻ്റെ മാതാവ് ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ഒരു മരുന്ന് കഴിച്ചിട്ടില്ല. ഞാനും 18 വയസ്സ് വരെ അവിടെ വളർന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു ആരും തന്നെ ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ടില്ല. ആരും ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. ഹോസ്പിറ്റലിനകം എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ 11 മക്കളും 2 മാതാപിതാക്കളും 13 പേര് വളരുന്ന ഭവനത്തിനകത്ത് യാതൊരു മെഡിക്കലായിട്ട് ഒരു കാര്യങ്ങൾ പോലും ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഉപയോഗിച്ചിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ചിലപ്പോൾ ചിലരത് കേൾക്കുമ്പോൾ വിചാരിക്കും അത്ര എഡ്യൂക്കേഷൻ ഇല്ലാത്തവരാണ്. അതെ, അന്ന് അത്ര തികഞ്ഞ വിശ്വാസമായിരുന്നു അവരുടേത്. ഏത് കാര്യത്തിനും പ്രാർത്ഥന കൊണ്ട് സൗഖ്യമാകുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അനേക ദൈവദാസന്മാർ വരികയും പ്രാർത്ഥിക്കുകയും മാറാത്ത രോഗങ്ങൾ മാറുകയും. ഹല്ലേലൂയ. 3 പ്രാവശ്യം എൻ്റെ അമ്മയെ പാമ്പ് കടിച്ചതായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. വിഷപ്പാമ്പുകൾ കടിച്ച് ആമെ മരണത്തോട് മല്ലടിക്കുമ്പോഴും പറയുന്നത് എന്താണ്? ഞാൻ പോകുന്നത് കർത്താവിൻ്റെ സന്നിധിയിലാണ്. എന്നാൽ അങ്ങനെയൊന്നും അമ്മ പോയിട്ടില്ല. ദൈവം പിന്നെയും സൗഖ്യം കൊടുത്ത് ആരോഗ്യത്തോടെ നിർത്തിയതായ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അനവധിയായ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വിടുതലുകൾ കാണുകയും ഞങ്ങളുടെ ഭവനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അതെ, ഞങ്ങളുടെ ഭവനത്തിൽ മാത്രമല്ല, അനേകരുടെ ജീവിതങ്ങൾ അവരനേകരെ കർത്താവിലേക്ക് നയിക്കുവാൻ, ആ ദേശത്തിൽ വലിയ കൂട്ടായ്മ ഉണ്ടാകുവാനൊക്കെ ദൈവം അവരെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം, അവിടെയെല്ലാം ദൈവം അത്ഭുതങ്ങൾ ചെയ്തതായ ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആഗ്രഹിക്കുന്നത്. അമേരിക്കയിലേക്ക് ഞാനൊരു വിസിറ്റിങ്ങിന് പോകാനായിട്ട് ഞാൻ ആർക്കും കത്തെഴുതിയില്ല, ആരോടും പറഞ്ഞില്ല. ഞാൻ നാട്ടിൽ പോയി എൻ്റെ അമ്മയുടെ പുണറൽ കഴിഞ്ഞ് മടങ്ങി ഭവനത്തിൽ ഷാർജയിൽ ചെല്ലുമ്പോൾ അവിടെ ഞാൻ കണ്ടത് എൻ്റെ ലെറ്റർ ബോക്സിൽ നിന്ന് അവിടെ എനിക്ക് വീട്ടിൽ ലഭിക്കാൻ കഴിഞ്ഞത് ഒരു ഇൻവിറ്റേഷൻ, ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന്, വെർജീനിയയിലെ ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് ഒരു ഇൻവിറ്റേഷൻ വന്ന് കിടക്കുന്നു. ഞാൻ വിചാരിച്ചു, ഞാൻ അപ്ലൈ ചെയ്യാതെ ഇവിടെ ഇൻവിറ്റേഷൻ എങ്ങനെ വരാൻ കഴിയും? എൻ്റെ ഒരു വൈഫിൻ്റെ ഇളയ സഹോദരിയും കുടുംബവും ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നു. അവരിങ്ങനെ TV-യിൽ കൂടെ കണ്ട ഒരു അഡ്വർടൈസ്മെൻ്റ് അനുസരിച്ച് അവരെ അവിടെ ഇരുന്നു കൊണ്ട് എൻ്റെ പേര് വെച്ച് അഡ്രസ്സ് വെച്ച് ലെറ്റർ എഴുതിയതാണ്. ആമേൻ. ഞാൻ അതിന് മറുപടിയാണ് എൻ്റെ ഇൻവിറ്റേഷൻ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവരെന്നോട് പറഞ്ഞില്ല അവരെങ്ങനെ ചെയ്തെന്ന്. പക്ഷെങ്കിൽ ഞാൻ ഒടുവിൽ അതുകൊണ്ട് ആ സമയത്ത് അവിടെ ഗൾഫ് യുദ്ധം നടക്കുകയാണ്. ആമേൻ. ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് ഇറാഖും കുവൈറ്റും തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ അമേരിക്കയുടെ എല്ലാ മിലിറ്ററികളും ഗൾഫിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും കിടക്കുന്നത് കൊണ്ട് അമേരിക്കൻ എംബസിയിലേക്കൊന്നും ആരെയും കടത്തിവിടത്തില്ല. ദുബായിലുള്ളതാകുന്ന കൗൺസിലേറ്റിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ അറബി പോലീസുകാരനെ ഓടിച്ചു. ഏത് പാസ്പോർട്ട്? ഞാൻ പറഞ്ഞു ഇന്ത്യൻ പാസ്പോർട്ടാണ്. ഇന്ത്യൻ പാസ്പോർട്ടുകാരെ പറഞ്ഞ് അതാ അബറാന്നും പറഞ്ഞിട്ട് എന്നെ ഓടിക്കുന്നതായ അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി എന്നാ ഇതിൻ്റെ പുറകെ പോകണ്ട. എന്നാൽ അതിനുശേഷം ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ അതേ പോലീസുകാരൻ തന്നെ ഓടി വന്നു എന്നോട് പറയുകയാണ്, നീ ഇതും കൊണ്ട് അബുദാബിയിലുള്ള എംബസിക്ക് പോകൂ, അവിടെ നിന്റെ ഇത് ആപ്ലിക്കേഷൻ സ്വീകരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമാണ് അവനെ പറഞ്ഞു വിട്ട്, അല്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അതും 1 മണിക്കൂർ ഞാൻ സബ്മിറ്റ് ചെയ്ത് 1 മണിക്കൂറിനകം വിസ സ്റ്റാമ്പ് ചെയ്ത് തന്നു. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ ഓരോ വഴികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. യഹോവയാൽ കഴിയാത്തതായ ഒരു കാര്യവുമില്ല. അതിന് റെക്കമെൻഡേഷൻ വേറെ ആവശ്യമില്ല. സ്വർഗം ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് ദൈവം ചെയ്യാൻ വിശ്വസ്തനാണ്. നമ്മുടെ കർത്താവ് നീതിമാനും വിശ്വസ്തനുമായ ദൈവമാണ്. അവൻ്റെ പേര് തന്നെ അതിൽ വിശ്വസ്തനെന്നും സത്യവാനുമെന്ന് വെളിപ്പാട് 19:11 നമ്മൾ വായിക്കുന്നുണ്ട്. ആ വിശ്വസ്തനായ ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഓർക്കുമ്പോൾ ഞാൻ നന്ദി കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതിനുശേഷമായിട്ട് 4 മാസത്തോളം ഞാൻ അമേരിക്കയിൽ ആദ്യത്തെ ട്രിപ്പിന് വിസിറ്റ് ചെയ്ത് മടങ്ങി വന്ന്
വീണ്ടും ഷാർജയിലുള്ള സഭാ ചാർജിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനടുത്ത് 100 കിലോമീറ്റർ ദൂരത്തിലുള്ള പുജേറ എന്ന സ്ഥലത്ത് ഒരു ആരാധനയ്ക്കുള്ളതായ ക്രമീകരണങ്ങൾ, അല്ലെങ്കിൽ അവിടെയും ഒരു കൂട്ടായ്മ ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടായി. അങ്ങനെ ഞാൻ ആ സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു ആരാധന കൂട്ടായ്മകൾ ആരംഭിക്കുകയുണ്ടായി. അത് പിൽക്കാലങ്ങളിൽ അവിടെ ഉള്ളതാകുന്ന ജെയിംസ് ഉമ്മൻ എന്ന് പറയുന്നതായ ആ സഹോദരൻ, അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ എന്നെ സപ്പോർട്ട് ചെയ്ത സഹോദരനാണ്. അദ്ദേഹം ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന സഹോദരനാണ്. ഇന്നും ബിസിനസ് തനിക്കുണ്ട്. എന്നാൽ ആ സഹോദരൻ ഇന്ന് അദ്ദേഹത്തിന് നല്ലൊരു ചർച്ചയൊക്കെ ഉണ്ടെന്നാൽ അത് ഞാൻ അവിടെ ആദ്യത്തെ പാസ്റ്ററായി, അല്ലെങ്കിൽ അവിടെ ഞാൻ ആ കാര്യങ്ങൾ ആരംഭിക്കുവാൻ ദൈവം എന്നെ അതിനുവേണ്ടി ഉപയോഗിച്ചു. ഞാൻ അവിടേക്ക് താമസം മാറി 2 വർഷം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എങ്കിലും ഈ 2 ചർച്ചുകളും ആ സമയത്ത് ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അന്ന് ന്യൂയോർക്കിൽ നിന്നും മറ്റുമൊക്കെ ചില ദൈവദാസന്മാർ അവിടെ വരുന്നിടത്ത് പാസ്റ്റർ AC ജോർജും അതുപോലൊക്കെ തന്നെ ചില അസംബ്ലി ബോർഡിലുള്ളതാകുന്ന ഉമ്മൻ എന്ന് പറയുന്നതായ ദൈവദാസൻ, ഇവരൊക്കെയും ഇവിടെ വന്ന് ഞങ്ങളുടെ ഈ 2 ചർച്ചുകളിലും വന്ന് ശുശ്രൂഷിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അസംബ്ലി ബോർഡ് ചർച്ചിലൊക്കെ ഞാൻ ന്യൂയോർക്കിൽ ചെല്ലുമ്പോൾ അവിടെ പ്രസംഗിക്കുന്ന അവരെ എനിക്ക് വചനം പറയാനുള്ള അവസരമൊക്കെ ഒരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഞാൻ അവിടം വിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് പോകാനായിട്ട് എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാവ് പ്രേരണ തന്നുകൊണ്ടിരുന്നു. അവിടുത്തെ മിനിസ്ട്രി കഴിഞ്ഞു എന്നുള്ള ചിന്തയിൽ പോകാനൊക്കെ ഉത്സാഹിക്കുമ്പോൾ കൂടുതൽ ആളുകൾ വിശ്വാസത്തിലേക്ക് വരികയും 12 പേരെ സമുദായങ്ങളിൽ നിന്നുള്ള 12 പേരെ ഒന്നിച്ച് ഞാൻ സ്നാനപ്പെടുത്തുകയൊക്കെ ചെയ്ത് അന്ന് ഞാൻ 21 ദിവസത്തെ ഉപവാസത്തിലിരിക്കുന്ന സമയമാണ്. 19ാമത്തെ ദിവസമാണ്. അവർക്ക് സ്നാനം വേണമെന്ന് പറയുന്നവരും കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. പാസ്റ്റർ ഉപവാസം ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളെ സ്നാനപ്പെടുത്തണമെന്ന് അവർ നിർബന്ധിച്ചു. അങ്ങനെ ഞാൻ അവരെ സ്നാനപ്പെടുത്താനായി ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത് അതിനെല്ലാം കഴിഞ്ഞതിന് ശേഷം 1-2 മാസങ്ങൾ കഴിഞ്ഞ് വിട്ടുപോകാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ അവർ പോകാനായിട്ട് സമ്മതിക്കാതെ ഇവിടെ കണ്ടിന്യൂ ചെയ്യും, എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാമെന്നൊക്കെയും പറഞ്ഞ് മുന്നോട്ട് വന്ന് ഞാൻ പറഞ്ഞില്ല, ദൈവസന്നെ ഞാൻ എടുത്ത തീരുമാനം ഞാനത് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്തെല്ലാം വന്നാലും ഇവിടെ എന്തെല്ലാം കിട്ടിയാലും ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കുടുംബമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് മിനിസ്ട്രിക്കായി, ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അവിടേക്ക് പോകുവാനാണ് കർത്താവ് സഹായിച്ചത്. സ്ഥലം അപ്പോൾ അവിടെ ചെന്നതിന് ശേഷമായിട്ടുള്ള ഒരു മിനിസ്ട്രി അത്ര സുഖകരമായിട്ട് ആരംഭിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ എതിർപ്പുകൾ കാരണം, പ്രത്യേകിച്ച് അങ്ങനെയുള്ള ദേശത്തുള്ള ദേശാധിപതിയുടെ ശക്തികളൊക്കെയും പല നിലയിൽ അത് പോരാടുന്നത് ചിലപ്പോൾ സ്വന്തക്കാരിൽ കൂടെ ആയിരിക്കും, ചിലപ്പോൾ നാട്ടുകാരിൽ കൂടെ ആയിരിക്കും. നമ്മൾ അറിയാത്തതായ പലരെ കൂടെയും നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്നതായ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്, പലർക്കും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ അവിടെ വിട്ട് ആ സിറ്റി വിട്ടിട്ട് എന്നാൽ വേറെ ഒരു സ്ഥലത്തേക്ക് മാറാമെന്ന് വിചാരിച്ച് പലയിടങ്ങളിൽ ഞാൻ രത്തലാമാതിയായ പല സ്ഥലങ്ങളിലേക്കും മൂവ് ചെയ്ത് നോക്കി, പലയിടത്തും പോയി. എന്നാൽ അതിനുശേഷം വീണ്ടും ഞാൻ ഒരു വിസിറ്റിങ്ങിന് വേണ്ടി വെർജീനിയയിൽ ഒരു ക്യാമ്പിലേക്ക് പോകുമ്പോൾ വെർജീനിയ ക്യാമ്പിൽ വെച്ച് ഒരു ഇംഗ്ലീഷുകാരി ദൈവദാസി എന്നോടൊരു ദൂത് പറഞ്ഞു, സീക്ക് നോട്ട് ദ ചേഞ്ച്. അവർ കറക്റ്റായിട്ട് എന്നോട് പറയുകയാണ്, ഐ ഹാവ് സെൻഡ് യു ഇൻ ദാറ്റ് പ്ലേസ്, സീക്ക് നോട്ട് ദ ചേഞ്ച്. ഞാൻ നിന്നെ ആ സ്ഥലത്തേക്ക് ഇൻഡോറിലേക്ക് അയച്ചുവെങ്കിൽ നീ അവിടെ നിന്ന് വേറൊരു ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല, നീ അവിടെ തന്നെ നിൽക്കൂ എന്ന് കർത്താവിൻ്റെ ആലോചന കേട്ടപ്പോൾ എനിക്ക് ധൈര്യമായി, ഇത് ദൈവമാണ് എന്നെ അവിടെ ആക്കിയിരിക്കുന്നത്. അങ്ങനെ ആ സ്ഥലത്ത് തന്നെ നിൽക്കുവാനും അവിടെ വേറെ ചർച്ചുകൾ ചിലതൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ ദൂരെ ആയിരുന്നു. ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ചർച്ചിൻ്റെ താഴ്ന്ന ഒരു ചർച്ച് പോലും ആ ഏരിയകളിലെങ്ങുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ചർച്ചുകളിലാണ് എൻ്റെ ബ്രദറുടെ ചർച്ചും മറ്റൊരു 10-12 കിലോമീറ്റർ ദൂരെയൊക്കെ ആയിരുന്നത് കൊണ്ട് അവർക്കും അതിന് ബുദ്ധിമുട്ടില്ലായിരുന്നു. എങ്കിലും അല്പം ബുദ്ധിമുട്ട് പോലെ എനിക്ക് തോന്നി. കാരണം ബിഹേവിയർ അതുകൊണ്ട് അങ്ങനെയൊക്കെ കാണിച്ച്, കാരണം ആ സിറ്റിയിൽ തന്നെയാണല്ലോ എന്നുള്ള ഒരു ചിന്ത വന്ന് പിന്നീട് അതൊക്കെ അവർ മാറ്റി. കാരണം ദൈവമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാം ഹല്ലേലൂയ, എൻ്റെ ബ്രദറിൽ വളരെ എന്നെ കോപ്പറേറ്റ് ചെയ്യുന്നതായ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം ഇടയാക്കി തീർത്തു. കാരണം അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു, ഒരു ദൈവ മനുഷ്യനായിരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കാരണം
അതിനുശേഷമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമല്ല. എന്നാൽ അവിടേക്ക് പാസ്റ്റർ AC ജോർജ് എന്ന് പറയുന്നതായ കർത്താവിൻ്റെ ദാസൻ ന്യൂയോർക്കിൽ നിന്ന് അവിടേക്ക് വിസിറ്റിങ്ങിനായി വന്നപ്പോൾ എന്നോട് പറയുന്നുണ്ട്, അദ്ദേഹത്തെ ഞാൻ നേരത്തെ ഷാർജയിൽ വെച്ച് അല്ലെങ്കിൽ ഞാൻ ന്യൂയോർക്കിൽ വെച്ച് പരിചയപ്പെട്ടാണ്. അദ്ദേഹം ഷാർജയിൽ എൻ്റെ കൂടെ വന്ന് താമസിച്ചിട്ടുണ്ട്, ഫുജേരയിലും താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്നെ കുറച്ച് ഉത്സാഹിപ്പിച്ചു. ഒരു ചെറിയ ബൈബിൾ സ്കൂൾ ആരംഭിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഭംഗിയായി പോകും. ഇവിടുത്തെ മിനിസ്ട്രിക്ക് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നിങ്ങൾക്ക് മിനിസ്ട്രി ചെയ്യാനായിട്ട് ഒരു കൂട്ടാകും. അതുകൊണ്ട് ജോർജ് കുട്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം എന്നെ ഉത്സാഹിപ്പിക്കുകയും അതിന് വേണ്ടതാകുന്ന ഇനിഷ്യൽ എക്സ്പെൻസ് ഒക്കെ എന്താണ് അതിനുവേണ്ടി തരാമെന്ന് പ്രോമിസ് ചെയ്യുകയൊക്കെ ചെയ്ത് എന്നെ ഉത്സാഹിപ്പിച്ച് അതിലേക്ക് ഇറക്കിയത് കൊണ്ട് ഒരു ബൈബിൾ സ്കൂൾ ചെറുതായിട്ട് ഞങ്ങൾ ആരംഭിക്കാനായി ഇടയായി തീർന്നു. 10-12 സ്റ്റുഡൻസ് ആദ്യത്തെ ബാച്ചിലുണ്ടായിരുന്നു. 2 വർഷത്തെ കോഴ്സ്. അതിന് വേണ്ടതാകുന്ന ടീച്ചേഴ്സ്, അതിന് വേണ്ടതാകുന്ന സൗകര്യങ്ങൾ എല്ലാം ദൈവം ഒരുക്കി. എല്ലാം വാടകയ്ക്കാണെന്നൊക്കെ ചെയ്തതെങ്കിലും അതിന് ശേഷമായി കർത്താവ് അതിനെ കാര്യങ്ങളെ കുറച്ചുകൂടെ വിപുലപ്പെടുത്തുവാൻ സ്ഥലം വാങ്ങിക്കുവാനും ഒക്കെ ദൈവം വഴികളെ ഒരുക്കി. ചർച്ചിന് വേണ്ടിയുള്ള സ്ഥലം വാങ്ങിക്കാനായിട്ട് ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. അത് ഞാൻ പ്രതീക്ഷിക്കാത്തതായ ഒരു അനുഭവത്തിൽ കൂടെയാണ് ദൈവം ആ കാര്യങ്ങളെ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്ക് ഒരു വിസിറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കോൺഫറൻസിന് വേണ്ടി പോകാനായി ഞാനിങ്ങനെ ആഗ്രഹിച്ചതായ, എനിക്ക് ആരെയും പരിചയമില്ല ഓസ്ട്രേലിയയിൽ. അന്നത്തെ സമയത്തൊന്നും നമ്മുടെ ആൾക്കാരും ഓസ്ട്രേലിയയിൽ പോയിട്ടില്ല. എന്നാൽ ആ സമയത്ത് ഒരു ചെറിയ ഗ്രൂപ്പ് മെൽബോണിൽ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ദൈവദാസനും എൻ്റെ വൈഫിൻ്റെ റിലേഷനിൽപ്പെട്ട ഒരാളാണെങ്കിലും ഞാൻ അദ്ദേഹത്തെ കാണാനായിട്ട് പോയില്ല. എനിക്കത് പോകാനുള്ള സമയം ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവത്താൽ ഐക്യപ്പെടുന്നുവെങ്കിൽ പോകാമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് അവിടുത്തെ ഒരു അഡ്രസ്സ് കിട്ടുന്നു. ഒരു കോൺഫറൻസിന് വേണ്ടി ഞാൻ അതിന് അപ്ലൈ ചെയ്തപ്പോൾ അതിനെന്നെ അവർ ക്ഷണിക്കുകയുണ്ടായി. എന്നാൽ ആ വലിയ കോൺഫറൻസ് അല്ല, ഒരു ചെറിയ കോൺഫറൻസ് ആയിരുന്നു. എന്നാൽ ഞാൻ അവിടേക്ക് ചെല്ലുന്നതായ കാര്യം അന്നത്തെ സമയത്ത് 90s കാര്യമാണ്. അന്നത്തെ സമയത്ത് ടെലഗ്രാമാണ്. ഇന്നത്തെ പോലൊക്കെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാവുന്നതായ ഒരു സാഹചര്യമല്ല. ടെലഗ്രാം അയച്ച് ഞാൻ വരുന്നു, പക്ഷേ അവർക്ക് ടെലഗ്രാം ഒന്നും കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ഞാൻ സിഡ്നി എയർപോർട്ടിൽ ചെന്നിറങ്ങിയിട്ട് ഫോണിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങളുടെ വരുന്ന കാര്യമൊന്നും എനിക്കൊരു ഇൻഫർമേഷനും ഇല്ല. സോ വി ആർ about 150 miles ഫ്രം ദ സിഡ്നി എയർപോർട്ട്. അപ്പോൾ 150 മൈൽ ദൂരത്തിലാണ്. അപ്പോൾ നിങ്ങളൊരു ട്രെയിൻ എടുത്തിട്ട് അവിടേക്ക് ചെല്ലണമെന്നുള്ള കാര്യം അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ ആദ്യമായിട്ടാണ് ആ സ്ഥലത്തേക്ക്, ആ രാജ്യത്തേക്ക് പോകുന്നത്. എന്നാൽ അവിടെ നിന്ന് അദ്ദേഹം എന്നെ ഗൈഡ് ചെയ്തതുപോലെ ഞാൻ എയർപോർട്ടിന് വെളിയിലിറങ്ങിയപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ബസ് അവിടെ കിടക്കുന്നു. അങ്ങനെ ആ ബസ്സിനകത്ത് കയറി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ പലയിടത്തും ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞ് എനിക്ക് എന്നെ അതിൻ്റെ മെയിൻ സ്ഥലത്ത് കൊണ്ടുവന്ന് ഇറക്കണം, എനിക്ക് ഇന്നടത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കോപ്പറേറ്റ് ചെയ്തില്ല. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരു മനുഷ്യനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ ഡ്രൈവറോട് പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ഇറങ്ങേണ്ട സ്റ്റേഷൻ ഇന്നതാണ്, അവിടെ അദ്ദേഹത്തെ ഇറക്കണം നിങ്ങൾ. അങ്ങനെ അയാൾ പിന്നീട് എന്നെ കോപ്പറേറ്റ് ചെയ്ത് വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാനൊരു ഇന്ത്യക്കാരൻ പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തോട് അറിയാൻ ഇന്ത്യൻ നോ, അയാൾ പറഞ്ഞു നോ ഐ ആം എൻ ഇൻഡോനേഷ്യൻ, ഞാനൊരു ഇൻഡോനേഷ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നടത്ത് പോകണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നെ കൂട്ടിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയി എനിക്ക് ടിക്കറ്റ് എടുത്ത് തന്ന്, ഞാൻ പൈസ കൊടുത്തു, അദ്ദേഹം ടിക്കറ്റ് എടുത്ത് തന്ന് എന്നെ ആ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം ചെയ്ത്. കാരണം ഓരോ സ്ഥലങ്ങളിലും ദൈവം ഓരോരുത്തരെയും ആക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികൾ വലുതാണ്. അവിടെ നിന്ന് ഞാൻ അവിടേക്ക് റെയിൽവേയിൽ യാത്ര ചെയ്തു. അങ്ങനെ ഓസ്ട്രേലിയയിൽ അന്നത്തെ റെയിൽവേ യാത്ര എന്നൊക്കെ പറയുന്നത് പിക്നിക്ക് പോകുന്നത് പോലെ കാണും. ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് അവരിങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു. അവിടേക്ക് എന്തൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ടിരുന്നു. അവിടെ ചെന്നിറങ്ങി. ഞാൻ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറങ്ങിയപ്പോൾ ഒരു പ്രായമുള്ള ഒരു പിതാവ് അവിടെ നിൽക്കുന്നതായി അദ്ദേഹം ഞാൻ ഇറങ്ങുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ ഇങ്ങനെ കൈ ഉയർത്തി കാണിച്ചപ്പോൾ ഞാനും കൈ ഉയർത്തി കാണും. ഒരു ഇന്ത്യക്കാരൻ വന്നെന്ന് മനസ്സിലായി. അന്ന് ഇന്ത്യക്കാരവിടെ ഇല്ലാത്ത സമയമാണ്. അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരനെ കണ്ടാൽ അദ്ദേഹത്തിന് മനസ്സിലാകുമായിരുന്നു. അദ്ദേഹം എന്നെ കൈ കാണിച്ചു. അദ്ദേഹം പറഞ്ഞു എൻ്റെ മകനാണ്
പാസ്റ്റർ അദ്ദേഹമാണ് നിങ്ങൾക്ക് ഇത് അയച്ചത്, ഇൻവിറ്റേഷൻ അയച്ചത്. അദ്ദേഹം എന്നെ ഇങ്ങോട്ട് വിട്ടതാണ് കൂട്ടിക്കൊണ്ട് പോകാനായി. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ, കോൺഫറൻസിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ പാസ്റ്ററിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ്, വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് പ്രോഗ്രാം, എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ എന്നതായ കാര്യം മറുപടി തന്നെ പറഞ്ഞു. മൈ ലോർഡ് ഹാസ് ഓൾറെഡി പ്രീ പ്രോഗ്രാംഡ് ബിഫോർ ഐ സ്റ്റാർട്ട് മൈ ജേർണി. ഞാൻ എൻ്റെ ജേർണി ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം എൻ്റെ പ്രോഗ്രാമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി അയാൾ ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ താല്പര്യം എനിക്ക് മനസ്സിലായി. അയാളുടെ വീട് കാലിയാക്കി കൊടുക്കണം, ഇനി അവിടെ അധികം താമസിക്കാൻ പറ്റത്തില്ല, 1 ദിവസം കൂടെ ഉള്ളൂ, അവിടുത്തെ അവരുടെ കോൺഫറൻസ് കഴിഞ്ഞാൽ മാറണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അന്ന് രാത്രി ദൈവം എനിക്കൊരു ദർശനം തന്നു. ഞാൻ അണ്ടർഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു വലിയ മൈതാനത്ത് നിൽക്കുന്നതായി കാണിച്ചപ്പോൾ ഞാൻ മനസ്സിലായി ദൈവം എന്തോ കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അന്ന് വൈകിട്ട് തന്നെ പിറ്റേ ദിവസം വൈകിട്ട് മീറ്റിംഗിൽ ചെല്ലുമ്പോൾ അവിടെ എന്നെ ആദ്യത്തെ ദിവസം കണ്ട് പരിചയപ്പെട്ടതായ ഒരു ഓസ്ട്രേലിയൻ പാസ്റ്റർ എന്നോട് അടുത്തേക്ക് വരുന്നുണ്ട്. ഭാര്യയുമായിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുണ്ടായി, പാസ്റ്ററെ, നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ദൈവം എനിക്കൊരു ദർശനം ഇന്ത്യയെക്കുറിച്ച് തന്നിരുന്നു. എന്നാൽ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ദർശനം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് എനിക്ക് മനസ്സിലായി. വൈ ഡോണ്ട് യു കം ആൻഡ് സ്റ്റേ വിത്ത് us? അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് താമസിച്ചുകൂടാ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചുകൂടാ എന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്. എന്നെ പരിചയമില്ല, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് അറിയത്തില്ല, എവിടെ നിന്നാണെന്നും അറിയില്ല, പക്ഷേ ഇന്ത്യ എന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ദൈവം അദ്ദേഹത്തിന് നേരത്തെ ഒരു ദർശനം കൊടുത്തിട്ടുണ്ട് ഞാൻ ചെല്ലുന്നതിനെ കുറിച്ച്. അതേ, ആ ദർശനമുള്ള മനുഷ്യൻ എന്നെ വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലേക്ക് കടന്നു പോയപ്പോൾ എൻ്റെ സ്വന്തം സഹോദരന്മാരെക്കാൾ കൂടുതൽ അദ്ദേഹം എന്നെ സ്നേഹിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ ഭവനത്തിൽ അതുപോലെക്കുള്ളതായ ഒരു അന്തരീക്ഷം, അവരെന്നെ സ്വീകരിക്കുകയും അങ്ങനെയുള്ളതായ കാര്യങ്ങൾ, വലിയ റൂമുകളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് എന്നെ സ്വീകരിക്കുകയും, കൂടാതെ എൻ്റെ വൈഫിനെ വിളിക്കാനായിട്ട് പെട്ടെന്ന് ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ഫോർ കോളിംഗ് ടു ഇന്ത്യ നൗ, ഡോണ്ട് വറി, ഐ എം പേയിങ്, യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, കോൾ യുവർ വൈഫ് ആൻഡ് ടെൽ ഹെർ അബൌട്ട് യു. അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുണ്ടായി, ഹല്ലേലൂയ, ദൈവം എത്ര വലിയവനാണ്, ദൈവത്തിന് കഴിയാത്ത കാര്യമില്ല. ആ ഭവനത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എൻ്റെ തുണികളെല്ലാം അവർ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ കഴുകുന്ന മാത്രമല്ല, അവർ അവിടെ അയൺ ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓടിച്ചെന്ന് ഞാൻ പറഞ്ഞത്, ഇന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. നോ, നിങ്ങൾ ചെയ്യണ്ട, ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇന്ത്യയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ത്യയിൽ നിന്നൊരു മിഷണറി ഇവിടെ വന്ന്, ഒരു ദൈവദാസൻ ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നത് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരൊക്കെ അത് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അവരോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് തന്നെ സിഡ്നിയിലുള്ള ഒരു കോൺഫറൻസിന് കൊണ്ടുപോയി. അതിനുശേഷമായിട്ട് അവിടെ വെച്ച് ഞാൻ സിഡ്നിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ദൈവദാസന് അവിടെ ഗ്രൂപ്പ് ഓഫ് പാസ്റ്റേഴ്സ്, അതിലൊരു അവരുടേതാകുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടു ചെല്ലാനായിട്ട് ഇദ്ദേഹത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. അവർ ഏകദേശം 1000 മൈൽ ദൂരത്തിൽ നിന്ന് വന്നതാണ്. ബ്രിസ്ബൺ എന്ന് പറയുന്ന സിറ്റിക്കടുത്ത് നിന്നാണ് അവർ വന്നത്. അവിടെയുള്ളതായ ക്യൂൻസ്ലാൻഡിലാണ് അവരുടെ വലിയ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് അവരെന്നെ ക്ഷണിച്ചതാണ്. എന്നാൽ ഈ ദൈവദാസനും അദ്ദേഹത്തിൻ്റെ സിസ്റ്ററും ഒക്കെ കൂടി എന്നെ അവിടേക്ക് അവരുടെ കാറിനകത്ത് തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് 1000 മൈൽ ഡ്രൈവ് ചെയ്ത് എന്നെ അവിടെ കൊണ്ടുപോകുന്നതായ അനുഭവം ഞാൻ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയുണ്ടായി. അവിടെ കൊണ്ടുവന്ന് അവരുടേതായ ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സ്ഥലത്ത്. അവരുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ രാപാർത്തതിന് ശേഷം പിറ്റേ ദിവസം ഈ സ്ഥലത്തേക്ക് അവിടെ നിന്ന് ഒരു പാസ്റ്റർ അവിടേക്ക് വരികയുണ്ടായി. ആ വീട്ടിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരാഴ്ച അവരോടൊപ്പമായിട്ട് ഞാൻ ആയിരിക്കുന്ന സമയത്ത് അവരെന്നെ ടെസ്റ്റ് ചെയ്യുകയുണ്ടായി. എന്നെക്കുറിച്ച് അവർ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയും എൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും, അങ്ങനെ
എന്നോട് ചോദിച്ചതിനൊക്കെ ഞാൻ അവർക്ക് വേണ്ടതായ മറുപടി കൊടുക്കുകയും ചെയ്തെന്നാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ കൂട്ടിക്കൊണ്ടുപോയ ദൈവദാസൻ ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു. അയാൾ ബ്രിട്ടനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയതായ ആളാണ്. ഫാമിലി ആയിട്ട് അദ്ദേഹം ആദ്യം ഒരു ഫാർമസിസ്റ്റായിട്ട് അദ്ദേഹം ബ്രിട്ടനിൽ ജോലി ചെയ്തിരുന്ന ആളാണെങ്കിലും ദൈവം തൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ തൻ്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി താൻ ഇറങ്ങിയതായ വ്യക്തിയാണ് അദ്ദേഹം. പാസ്റ്റർ ആയൻ എന്ന് പറയുന്നതായ ആ ഭക്തനായ മനുഷ്യനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹം പിന്നീട് ചർച്ചിൽ അനൗൺസ് ചെയ്യുകയുണ്ടായി. ഞാൻ ഒരാഴ്ച ഈ ദൈവദാസനോട് കൂടെ ആയിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്തു, പ്രാർത്ഥിച്ചു ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു യഥാർത്ഥമായ ഒരു ദൈവദാസനാണ്, കർത്താവിനെ സ്നേഹിക്കുന്ന മനുഷ്യനാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ അവിടെ ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാവരും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ കൈ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു സഹോദരൻ പെട്ടെന്ന് മുന്നോട്ട്, ഒരു ഓസ്ട്രേലിയൻ സഹോദരൻ എൻ്റെ അടുത്തേക്ക് കൂടി വന്നിട്ട് എന്നോട് പറയുകയുണ്ടായി, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ കെട്ടിപ്പിടിച്ചോളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ഒരു പ്രകാശം പരക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി എന്ന് അദ്ദേഹം അവിടെ പറയുകയുണ്ടായി. എന്നെ അതിനുശേഷം താൻ കുറച്ച് ഡോളറുകൾ എൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു. ഞാൻ പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ദൈവമാണ് ഹല്ലേലൂയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി സമയാസമയങ്ങളിൽ പ്രവർത്തിക്കുന്നത്. കൂടാതെ എനിക്ക് ബൈബിൾ സ്കൂളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ബൈബിൾ സ്കൂളുണ്ട്. ആ ബൈബിൾ സ്കൂളിൽ ദൈവവചനം പറയാനായിട്ട് അവസരത്തെ ഒരുക്കി. അപ്പോൾ ഈ പ്രിൻസിപ്പാളും അതിൻ്റെ കൂടെ ഉള്ളതാകുന്ന ഫാക്കൽറ്റി മെമ്പേഴ്സൊക്കെ അതിനകത്ത് പങ്കെടുത്തു. ഞാൻ പറഞ്ഞതായ വചനം അവരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി തോന്നി. അതുകൊണ്ട് അവർ പിന്നീട് അടുത്ത വർഷവും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ബൈബിൾ സ്കൂളിൽ ഞാൻ അവരുടെ ഗ്രൂപ്പായിട്ട് ഉള്ള എല്ലാ സ്റ്റുഡൻസിനെയും ഒന്നിച്ചിരുത്തി എന്നോട് പറഞ്ഞത് ദൈവദാസൻ അത് പഠിപ്പിച്ചു. 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര വേണമെങ്കിലും എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നടക്കത്തില്ല, എനിക്കത് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു നോ ഐ നോ യു ക്യാൻ ഡു ഇറ്റ്. ഹല്ലേലൂയ. ആ വെള്ളക്കാരായ ആ പിള്ളേരെ എങ്ങനെ വചനം പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും ദൈവം ഒരു കൃപ തന്നു, എനിക്കറിയത്തില്ല, കർത്താവ് തന്ന കൃപയാണ്. ഞാൻ അവരോട് ദൈവവചനം പറയുവാനും ഇടയായി തീർന്നു. അപ്പോൾ അതുകൊണ്ട് ഇൻഡോറിലേക്ക് വന്നതായ സമയത്ത് അവിടെ ഒരു കൺവെൻഷന് വേണ്ടി ഞാൻ അവരെ ക്ഷണിച്ചപ്പോൾ അവരവിടെ വന്നു. ആ കൂട്ടത്തിലാണ് ചർച്ചിൻ്റെ വിഷയം ഞാനിങ്ങനെ പറയുകയുണ്ടായി. ലാൻഡ് വാങ്ങിക്കാനായി ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനകത്തൊരു ബിസിനസ്സുകാരനായ സഹോദരൻ എന്നോട് പറഞ്ഞു, അതൊന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു കാണിക്കാം. അദ്ദേഹത്തെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അത് കാണിച്ച് അവരതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. എന്നാൽ ആ സ്ഥലം അദ്ദേഹം കണ്ടപ്പോൾ പറഞ്ഞു, ഞാനൊരു 13,000 സ്ക്വയർ ഫീറ്റിന് മാത്രമേ അഡ്വാൻസ് കൊടുത്തുള്ളായിരുന്നു. അദ്ദേഹം പറയുണ്ടായി ഇത് കുറവാണ്, ഇത് തീരെ ചെറുതാണ്, അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ലാൻഡ് എടുക്കണം. ലാൻഡ് അവിടെ വേക്കൻ്റ് ആയിട്ട് കിടപ്പുണ്ടായിരുന്നു, കൃഷി സ്ഥലമായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഒരു 30,000 സ്ക്വയർ ഫീറ്റോളം അതിനകത്ത് സ്ഥലം എടുക്കാനായി ഇടയായി തീർന്നു. അങ്ങനെ അതിനകത്തൊരു ചർച്ചും മറ്റും ഉണ്ടാക്കി. പ്രൈസ് ഗോഡ്. സ്ഥലം വാങ്ങിക്കാൻ അവർ ഹെൽപ്പ് ചെയ്തു. ചർച്ചിന് വേണ്ടി ദൈവം വഴികൾ ഒരുക്കി എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് അതിനുള്ളതാകുന്ന ഒരു ക്രമീകരണം കർത്താവ് ഒരുക്കി. അവർ കൂടാതെ കണ്ട് ബൈബിൾ സ്കൂളിന് വേണ്ടി അവർ സപ്പോർട്ടുകൾ ചെയ്തുകൊണ്ടിരുന്നു. പല സ്ഥലങ്ങളിൽ അന്ന് മിനിസ്ട്രികൾ എക്സ്പാൻഡ് ചെയ്യാൻ ഇടയായിത്തീരുന്നു. 28ഓളം സ്ഥലങ്ങളിൽ 28ഓളം പാസ്റ്റേഴ്സിനെ ഞാൻ ഹെൽപ്പ് ചെയ്യുവാൻ ഈ ഓസ്ട്രേലിയക്കാരെ ദൈവം അന്ന് ഉപയോഗിച്ചു. അത് ഈവൻ തൃശ്ശൂരിൽ നിന്നും ചിലരെ ഹെൽപ്പ് ചെയ്യാനിടയായി തീർന്നു. ഞങ്ങളുടെ ബൈബിൾ സ്കൂളിൽ പഠിച്ചതായ പലരും പല സ്ഥലങ്ങളിൽ പോയി മിനിസ്ട്രി തുടങ്ങിയപ്പോൾ അവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനും മറ്റിവിടെയായി ഡൽഹിയിലും അതുപോലെ ഇൻഡോറിനടുത്തുള്ളതാകുന്ന പല സ്ഥലങ്ങളും ഒക്കെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഇന്നും പല ഗ്രാമങ്ങളിൽ, ഇൻഡോറിനടുത്തുള്ള പല ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്യുന്നതായ മിനിസ്റ്റേഴ്സിനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ആ ചർച്ചിനോടുള്ള ബന്ധത്തിൽ കർത്താവ് അത് അത്രത്തോളം ആ വിഷയങ്ങളൊന്ന് ചെയ്യുവാനിടയായി. എന്നാൽ പിന്നീട്
2006 വന്നപ്പോൾ അവിടെ ചർച്ചിനകത്ത് പ്രതീക്ഷിക്കാത്ത ഒരു അറ്റാക്ക് ഉണ്ടായി. RSSകാരുടെയും മറ്റുമുള്ള ഒരു അറ്റാക്ക് അവിടെ വരികയുണ്ടായി. ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി ആളുകളൊക്കെയും വരുന്നതിന് മുമ്പായി തന്നെയാണ് അവിടെ 2 ദൈവദാസന്മാർ അതിനുള്ള ക്രമീകരണങ്ങൾ, ആരാധനയുടെ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരുന്നു. അവരൊക്കെയും അവിടെ കുമ്പനാട്ട് ബൈബിൾ സ്കൂളിലൊക്കെ പഠിച്ചതിന് ശേഷം എന്നോടൊപ്പമായിട്ട് അവിടെ ഇൻഡോറിൽ വന്നിട്ട് അവിടെ ശുശ്രൂഷയിൽ സഹായിക്കുകയും അവിടെ പാർക്കുകയും എന്നോടൊപ്പം ആയിരുന്നു. ആ ദൈവദാസന്മാരെ ഈ 40ഓളം വരുന്നതായ ആ സുവിശേഷ വിരോധികളായ RSSകാർ വന്നിട്ട് അവരെ കണ്ടമാനം ഉപദ്രവിക്കുകയുണ്ടായി. കണ്ടമാനം അവരെ ഉപദ്രവിക്കുകയും അവരെ വലിച്ചുകൊണ്ട് പോകുന്നതായ അവരുടേതായ ഗ്രാമത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്താണ് ഈ വിഷയം ഞങ്ങൾ പെട്ടെന്ന് ഞാൻ ആ സമയത്ത് എത്തിയിട്ടില്ല. അന്ന് ഏതോ കാരണവശാൽ ഞാൻ ലേറ്റ് ആകേണ്ടി വന്നു. ഞാൻ വെളിയിൽ കറക്റ്റായിട്ട് തന്നെ റെഡിയായി വീട്ടിന് വെളിയിൽ വണ്ടിയിൽ കയറി ഇരിക്കുന്നു, വൈഫിനെ നോക്കിയിരിക്കുന്നെന്നാണ്. അവൾ ഇറങ്ങാനായിട്ട് ലേറ്റ് ആയതുകൊണ്ട് അന്ന് എനിക്ക് ആ സമയത്ത് അടി കിട്ടാതെ കണ്ട് അവരിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ എനിക്ക് സങ്കടം തോന്നി, എനിക്കും അവരോടൊപ്പമായി ചെല്ലണമായിരുന്നു എന്നത് ഓർത്ത് ഞാൻ അതിനുശേഷം എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെ നടക്കുന്നു. പെട്ടെന്ന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോടൊക്കെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ ചെല്ലുന്നതിന് മുമ്പായി തന്നെ അവിടെ അന്നത്തെ സിറ്റി മജിസ്ട്രേറ്റും അതുപോലെയൊക്കെ അഡീഷണൽ കളക്ടറും അതിയായ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളുമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പോലീസ് വരുന്നത് കണ്ടതുകൊണ്ട് ആ ദൈവദാസന്മാരെ അവരെ ഏൽപ്പിച്ചിട്ട് അവരങ്ങ് പോവുകയുണ്ടായി. RSSകാർ അവരെ ഏൽപ്പിച്ചിട്ട് പോയി. അതുകൊണ്ട് അവർ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാൻ അവരെ ഹോസ്പിറ്റലിലും മറ്റും കൊണ്ടുപോയി അവരെ ശുശ്രൂഷിക്കുകയും മറ്റും ചെയ്യുകയുണ്ടായി. ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ളതാകുന്ന സംഭവം അന്ന് നടന്നതിന് ശേഷമായിട്ട് അന്ന് സെൻട്രൽ ഗവൺമെൻറ് അഥവാ ഡൽഹിയിൽ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. എന്നാൽ മധ്യപ്രദേശത്തും മറ്റുമൊക്കെയും ഇതുപോലൊക്കെ BJP ആയിരുന്നു ഭരിച്ചിരുന്നത്. എന്നാൽ അന്ന് കോൺഗ്രസിൻ്റെതായ പ്രസിഡന്റ് ഭോപ്പാലിൽ നിന്നും മറ്റും എന്നെ കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. ഫോണിൽ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് ആ സ്ഥലം കാണണം, ഞങ്ങളുടെ ആളുകളെല്ലാം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെയും പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ നിങ്ങൾ വരാൻ പറഞ്ഞു. അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് അവിടേക്ക് വരികയുണ്ടായി. അവരൊക്കെ വന്ന് ഇതൊക്കെ കാണുകയും അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ഒക്കെ ആ സമയത്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. എന്നാൽ പിന്നീട് ആളുകൾ പറഞ്ഞു വീണ്ടും RSSകാർ ശല്യം ചെയ്യും. എന്നാൽ RSSൻ്റെ ഒരു ലീഡറായിരിക്കുന്ന വ്യക്തി അന്നൊരു മന്ത്രിയാണ് ഭോപ്പാലിൽ. അദ്ദേഹം ഇൻഡോറുകാരനാണ്. അദ്ദേഹത്തെ ഞാൻ ആദ്യം ഒരു പ്രാവശ്യം ബൈബിൾ സ്കൂളിൻ്റെ ഗ്രാജുവേഷന് വേണ്ടി അദ്ദേഹത്തെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം MLA ആയിരിക്കുന്ന സമയത്ത് ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു ദൈവം നിങ്ങളെ ഇതിൽ കൂടെ ഉന്നതമായ പദവിയിലേക്ക് മന്ത്രിയാക്കിയൊക്കെ ആക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ആ മനുഷ്യൻ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ കോണ്ടാക്ട് ചെയ്ത്, അദ്ദേഹം മന്ത്രിയാണ്, അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയുണ്ടായി ഞാൻ ഈ വിഷയം കേട്ടു, എന്നാൽ അതിന് ഞാൻ ജാഞ്ച് കरेंगे और इसके बाद में आदेश देंगे. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും ആളുകൾ കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ആളുകളെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിന് സംസാരിക്കാൻ പോലും കഴിയത്തില്ലെന്നാണ് അതിൻ്റെ സെക്രട്ടറി എന്നോട് പറഞ്ഞത്. സെക്രട്ടറി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണിൻ്റെ നമ്പർ തരാം. ആ സെക്രട്ടറിക്ക് അങ്ങനെ തോന്നി, അദ്ദേഹം നമ്പർ തന്നു. അങ്ങനെ തന്നതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ വിളിക്കാനും സംസാരിക്കാൻ ഇടയായത്. മനുഷ്യൻ പറഞ്ഞു, ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനത് മനസ്സിലായി ഞാൻ ആരാണെന്ന്. അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ അവർക്ക് വേണ്ട ആദേശം കൊടുക്കാം. അതിനുശേഷമായിട്ട് പിന്നെ അവർ അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് അവിടേക്ക് വന്നില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ചില ഇഷ്യൂസൊക്കെ അവിടെ ഉണ്ട്. അത് കോമൺ ആയിട്ട് നടക്കുന്ന വിഷയമാണ്, എല്ലാ ചർച്ചുകളിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷമായി ദൈവം അവിടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയുണ്ടായി. എന്നാൽ ഈ 2006 തന്നെ ഈ ഇഷ്യൂ ഉണ്ടായതിനു ശേഷം 2 മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കുടുംബമായിട്ട് അമേരിക്കയിലേക്ക് വരാനുള്ളതായ വിസ ക്രമീകരണങ്ങളും മറ്റും പെട്ടെന്ന് നടന്നതായ കാര്യങ്ങൾ. അങ്ങനെ ഞാനും വൈഫുകളെ മോളുമായിട്ട് അമേരിക്കയിലേക്ക് വരാനായിട്ട് ദൈവം വഴികൾ ഒരുക്കി. മൂത്ത 2 പെൺമക്കൾ, എനിക്ക് 3 പെൺമക്കളാണ്. 2 പേരെ ഞാൻ നേരത്തെ തന്നെ വിവാഹം കഴിപ്പിച്ച് അവര് അമേരിക്കയിലുള്ളതായി ജോലി ചെയ്യുന്നതായ യൗവനക്കാരായിരുന്നു. അപ്പോൾ അവർ മുഖാന്തരം നേരത്തെ അവരിവിടെ വന്നിരുന്നു. ഒരാള്
ഫ്ലോറിഡയിലും മറ്റേ ആള് ടെന്നസിയിലുമാണ്. അപ്പോൾ അങ്ങനെ അവരിവിടേക്ക് വരുവാനായിട്ടിടയായതിനു ശേഷമായിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. എന്നാൽ ഞങ്ങൾ അവിടെ ന്യൂജേഴ്സിയിൽ പാർക്കുന്നതായ എൻ്റെ മൂത്ത മകളും കുടുംബവും ജോർജിയസിലായിരുന്നെങ്കിലും ഞങ്ങൾ അവിടേക്ക് വന്നതിന് ശേഷമായിട്ട് എവിടേക്ക് പോകണമെന്ന് അറിയാൻ പാടില്ല. ഫ്ലോറിഡയിലുള്ള മറ്റേ മകളുടെ വീട്ടിലേക്ക് പോയെങ്കിലും അവിടെ ഒരു ചർച്ച് ശുശ്രൂഷകനായിട്ട് അവരെന്നെ ആഹ്വാനം ചെയ്ത് ഇൻവിറ്റേഷൻ തന്നു. പക്ഷേ എനിക്കതിനുള്ള ആ ഒരു താല്പര്യം തോന്നിയില്ല. കാരണം അതെല്ലാം സ്വന്തക്കാരായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു മിനിസ്ട്രി അവിടെ ആവശ്യം എനിക്ക് തോന്നുന്നില്ല എന്ന് വിചാരിച്ചു. ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി. അങ്ങനെ ഞാൻ ഇരിക്കുമ്പോഴാണ് ഒരു സഹോദരൻ, ഞാൻ ഒരു പ്രാവശ്യം മാത്രം വിസിറ്റിങ്ങിൽ ചിക്കാഗോ വെച്ച് കണ്ടിട്ടുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ നമ്പർ എനിക്ക് തന്നിരുന്നു. എപ്പോൾ വന്നാലും വിളിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, താൻ ടെൽഹാസി എന്ന് പറയുന്ന ഫ്ലോറിഡയുടെ ക്യാപിറ്റൽ സിറ്റിയിലാണ്. ഇവിടെ ഒരു ചർച്ചില്ല, കൂട്ടായ്മയില്ല, വിശ്വാസികളില്ല. ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വന്നു എങ്കിലും ഇവിടെ നിന്ന് വിട്ടുപോകണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എന്താ ചെയ്യണമെന്ന് അറിയത്തില്ല പാസ്റ്റർ. ഞാൻ പല പാസ്റ്റർമാരെ വിളിച്ചു, പക്ഷെ ആരും വരാൻ തയ്യാറല്ല. കാരണം ഇവിടെ വിശ്വാസികളോ ചർച്ചോ ഇല്ലാത്തത് കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്നില്ല. ആരും വന്നില്ല. പാസ്റ്റർ എന്ന് പറയും. ഞാൻ ഞാനൊന്ന് വന്ന് നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അവിടെ പോയതിന് ശേഷം അവിടെ ചെന്നൊരു മീറ്റിംഗ് ഒക്കെ അദ്ദേഹം ക്രമീകരിച്ചു. സമുദായക്കാരായ ആളുകളാണ് വന്നത്. എന്നാൽ അതിനുശേഷമായിട്ട് അവിടേക്ക് മൂവ് ചെയ്യാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നതനുസരിച്ച് ഞാൻ അവിടേക്ക് മൂവ് ചെയ്തു. അവിടെ ഞങ്ങൾ പാർത്ത് അതിനുവേണ്ടിയുള്ള ക്രമീകരണം ദൈവത്താൽ ഉണ്ടായി. ആ സഹോദരൻ മാത്രമേ ഉള്ളായിരുന്നു വിശ്വാസിയെങ്കിലും വേറെ ഒരു യാക്കോബ ഫാമിലി ഞങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾക്ക് അപ്പാർട്ട്മെൻ്റ് എടുക്കാനായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പേരിൽ എടുക്കാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾക്കിവിടെ ജോലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അതിനുവേണ്ടി ഇച്ചിരി സമയം വേണം അവർ എടുത്തു തരാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ട് പിന്നീട് യാക്കോബക്കാരനായ സഹോദരൻ എന്നോട് പറയുകയുണ്ടായി, ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയി. അവർ ഭാര്യയും ഭർത്താവുള്ളൂ. അവരുടേതായ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവരുടെ മാരേജ് ഡിസ്പ്യൂട്ടിലായിരിക്കുന്ന സമയമാണ്. മാരേജ് ഒഴിയാൻ വേണ്ടിയൊക്കെ കാത്തിരിക്കുന്നത് ഒരു സമയത്തിലേക്കാണ് എന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കി. അന്നൊന്നും അറിയത്തില്ലായിരുന്നു. കാരണം അവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് അവരെ ആ നിലയിൽ നിരാശരായിരിക്കുകയായിരുന്നു. ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെന്ന് പാർക്കുമ്പോൾ അതിങ്ങനെ പറയേണ്ട, ഒരു പാസ്റ്ററും കുടുംബവും ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് ഞങ്ങൾക്കൊരു അത്ഭുതമാണ്. ഞങ്ങൾ ഒരിക്കലും ഒരു പാസ്റ്ററും കുടുംബത്തെ ഞങ്ങളുടെ വീട്ടിലെങ്ങും കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലൊരു പാസ്റ്റർ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾ താമസിക്കുന്നു എന്ന് പറയും. ഞങ്ങൾ അവിടെ ചെന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. അതിനുശേഷമായിട്ട് 13 ദിവസമായപ്പോൾ അപ്പാർട്ട്മെന്റും കാര്യങ്ങളും ഒക്കെ റെഡിയായെങ്കിലും ആ സഹോദരൻ വീണ്ടും പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് വിനോദെന്നും ഭാര്യയുടെ പേര് സീന എന്നുമാണ്. ആ വിനോദ് ബ്രദർ എന്നോട് പറയുണ്ടായി, ഇനിയും പെട്ടെന്ന് ധൃതി വെച്ച് പോകേണ്ട, 2 ദിവസം കൂടെ കഴിഞ്ഞു പോയാൽ മതി. അങ്ങനെ 15 ദിവസം അവരുടെ വീട്ടിൽ പാർത്തു. അതിനുശേഷം അവർ തന്നെ ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോയി ആക്കി. കാരണം ആ അപ്പാർട്ട്മെന്റിനകത്ത് വേണ്ട സകല കാര്യങ്ങളും $4000 മുടക്കി ഈ 2 കുടുംബങ്ങളും കൂടെ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ബെഡുകള് വേണ്ട എല്ലാ അറേഞ്ച്മെന്റുകളും, കിച്ചൺ ഐറ്റംസ് എല്ലാം അവർ തന്നെ സെറ്റപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അവിടെ പാർക്കുവാൻ ദൈവം വഴികളെ ഒരുക്കി. ഞാൻ ഓർത്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുണ്ടായി. ദൈവം എത്ര വിശ്വസ്തനാണ്. ഒന്നും അറിയാതെ അവിടേക്ക് ചെന്നപ്പോൾ ഹല്ലേലൂയ സഹായമായി കർത്താവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ കാരണം. എന്ന് പെന്തക്കോസ്തുകാരുടെ അടുത്തായിരുന്നെങ്കിൽ അതൊന്നും ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. പ്രൈസ് ഗോഡ്. ദൈവം ഒരുക്കിയതായ വഴികളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 3 വർഷം ഞങ്ങൾ അവിടെ ശുശ്രൂഷിക്കാനും അവിടെയുള്ളതാകുന്ന പലരോടേക്ക് വരുവാനും ഈ യാക്കോബ കുടുംബം സ്നാനപ്പെടുവാനും ഒക്കെ ദൈവമുഖാന്തരങ്ങളെ ഒരുക്കി. മാത്രമല്ല ദൈവസന്നിധിയിൽ ഞാൻ 21 ദിവസം ഉപവസിക്കുമ്പോൾ കർത്താവ് എന്നോടൊരു ആലോചന പറയുണ്ടായി. കർത്താവ് രാത്രിയിൽ ഒരു ശബ്ദം ഞാൻ കേട്ടതാണ്. നല്ല ശക്തമായൊരു ശബ്ദമാണ് കേട്ടത്. 3 years എന്നുള്ളതായ ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ ശബ്ദം കേട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് അവിടെ എല്ലാം നോക്കി. ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വീട്ടിൽ വേറെ ആരും അവിടൊന്നും ഉണ്ടായിരുന്നില്ല. വൈഫ് ഉറങ്ങുന്നു, മകള് ജോലിക്ക് കടന്നു പോയിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവിടെ ആരും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ കർത്താവ് അല്ലാതെ വേറെ ആരുമല്ല.
3 വർഷം എന്ന് കർത്താവ് വ്യക്തമായി പറഞ്ഞപ്പോൾ, ആ 3 വർഷം എക്സാക്ട്ലി തികഞ്ഞപ്പോൾ ഞങ്ങൾ പാർത്തിരുന്നതായ ആ വീട്, ആ അപ്പാർട്ട്മെന്റിൽ നിന്ന് ഞങ്ങൾ മാറിയിട്ട് വേറൊരു വീട്ടിലേക്കാണ് മാറുന്നത്. 3 ബെഡ്റൂം ഉള്ള ഒരു വീട്ടിലേക്ക് മാറി. ആ വീട് അതുവരെയും സെയിലിട്ടിരുന്ന വീടാണ്. പക്ഷെങ്കിൽ ആരും അവിടെ വന്നില്ല അത് വാങ്ങിക്കാനായി. പക്ഷേ ഞങ്ങളുടെ ടൈം, കർത്താവ് പറഞ്ഞ ആ 3 years എന്നുള്ള ആ പീരീഡ് തികയുന്ന സമയത്ത് ഒരു പെൺകുട്ടി എവിടെ നിന്നോ വന്നത് വാങ്ങിയുണ്ടായി. അപ്പോൾ ആ വീട്ടുകാരൻ പറഞ്ഞു, നിങ്ങൾ ഇനി ഇറങ്ങിയേ പറ്റത്തുള്ളൂ, കാരണം ഇവിടെ വീട് വിറ്റ് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ എങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ആലോചന ദൈവം നേരത്തെ തന്നതായ ഒരു ആലോചനയാണ്. എൻ്റെ മകൾക്ക് ദൈവം അങ്ങനെയുള്ളതാകുന്ന കാര്യങ്ങൾ ദർശനമൊക്കെ ഉണ്ടായിരുന്നു. ആ ഇളയ മകൾ ഗ്ലോറിയ എന്നോടൊരു പേര്. അവർക്ക് ദൈവം നേരത്തെ തന്നെ ചെറുപ്പത്തിലെ പല ദർശനങ്ങളും, അതുപോലെ തന്നെ ദൈവാത്മാവ് റേഡിയോയിൽ കൂടെ സംസാരിക്കുന്നത് പോലെ അവിടെ കാതിൽ പല കാര്യങ്ങളും മുഴങ്ങും. പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഉടനെ ദൈവശബ്ദം അവൾ കേൾക്കുമായിരുന്നു. അതവൾ പങ്കുവയ്ക്കുകയും അനേകർക്ക് അത് അനുഗ്രഹവും വിടുതലുമായി തീർന്നിട്ടുണ്ട്. പല കർത്തൃദാസന്മാരും പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുകയും അവരുടെ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി ഈ വിഷയത്തിൽ കൂടെ മൂന്നിൽ കൂടെ ഒക്കെ സംസാരിച്ചതായ കാര്യങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. ചർച്ചക്കോടിലെ ഒരു ഓർസ്യർ ദൈവദാസൻ അവിടെയൊക്കെ അമേരിക്കയിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, മോളെ കൂടെ പറയണമെന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ക്ലിയറായ ദൈവശബ്ദം മോളെ കേട്ടു. ആ ചെറുക്കൻ്റെ പേര്, ആ ചെറുക്കൻ്റെ ജോലി, ആ ചെറുക്കൻ്റെ താമസ സ്ഥലം, ഇതെല്ലാം അവൾ വെളിപ്പെടുത്തി കൊടുത്തു. ദൈവം അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ചെയ്തു എന്ന് അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവം പല കാര്യങ്ങളും അവളോട് സംസാരിച്ചത് അതുപോലെ നടന്നതായ വിഷയങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ആ നിലയിൽ കൂടെ ദൈവം ഞങ്ങളോട് പല കാര്യങ്ങൾ ഇടപെടുകയും സംസാരിക്കുകയും ചെയ്തു. അവിടെ ഒന്ന് സാൻ അന്റോണിയോ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് നേരത്തെ ദൈവം നമ്മളെ അറിയിച്ചിരുന്നത്. അങ്ങനെ പോകാനായിട്ട് തീരുമാനിച്ചു. എങ്കിലും അവിടേക്ക് പോകാൻ അവിടെ ആരെയും അറിയത്തില്ല. ഞങ്ങൾക്ക് ആരെയും ആ സ്ഥലത്ത് പരിചയമില്ല, ഒരു കോണ്ടാക്റ്റുമില്ല. പക്ഷേ പലരോടും ചോദിച്ചിട്ടും ആ സ്ഥലത്തെക്കുറിച്ച് ആർക്കും ഒരു റിയലായിട്ടൊന്നും പറയാൻ കഴിയാതിരിക്കുന്നത് കൊണ്ട് അങ്ങനെയാണ് ഞങ്ങൾ ഫ്ലോറിഡയിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുകയും. എന്നാൽ 3 വർഷം കഴിഞ്ഞപ്പോഴും അവിടേക്ക് പോകാനാണ് വീണ്ടും ശബ്ദം ഉണ്ടായിരുന്നത്. അതേക്കുറിച്ച് പിന്നീട് ഒരു കോണ്ടാക്റ്റിലേക്ക് കൊണ്ടുവന്നു. ഒരു സഹോദരൻ്റെ അഡ്രസ്സ് കിട്ടി, ഒരു ഫോൺ നമ്പർ കിട്ടി. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, പക്ഷെ വീടെടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ജോലിയില്ലാത്തവർക്ക് വീട് കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ എന്നാലും ഞാൻ വിശ്വാസത്താൽ ഒരു ട്രക്കിനകത്ത് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ നിറച്ചു യാത്ര ചെയ്യാനായിട്ടെല്ലാം തീരുമാനിച്ചു. സഹോദരന്മാർ വന്ന് അതിനെ ഹെൽപ്പ് ചെയ്തു. അവിടേക്ക് സാധനം എല്ലാം ട്രക്കിനകത്ത് കയറ്റി മൂവ് ചെയ്യുന്നതിന് വേണ്ടി എല്ലാം തീരുമാനിച്ചിരിക്കുന്ന അന്ന് രാത്രിയിൽ തന്നെ അദ്ദേഹം, ആ സഹോദരൻ, സാൻ അന്റോണിയോ എന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഒരു കത്തോലിക്ക വിശ്വാസിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, അവനൊരു വീടുണ്ട്, ആ വീട് പാസ്റ്റർക്ക് താമസിക്കാൻ തരാം എന്ന് പറഞ്ഞു. ഓക്കെ, അതും ദൈവത്തിൻ്റെ വഴിയാണ്, ദൈവമാണല്ലോ കാര്യങ്ങൾ ഒരുക്കുന്നത്. പക്ഷെങ്കിൽ അത് ആ സമയത്ത് മാത്രമേ അത് വെളിപ്പെട്ട് വരത്തുള്ളൂ എന്നെനിക്ക് മനസ്സിലായി. പ്രൈസ് ദി ലോർഡ്. അവിടേക്ക് ഞങ്ങൾ മൂവ് ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഞങ്ങളെ സ്വീകരിക്കാനായിട്ട്, ഞങ്ങളുടെ സാധനങ്ങൾ ഇറക്കാനായിട്ട് ഞങ്ങളെ സ്വീകരിക്കാൻ 4-5 വിശ്വാസികൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അത് ഒരു രാത്രിയിൽ തന്നെ ഞങ്ങളെ അതിനൊക്കെയും ചെയ്ത് ഒരു വിശ്വാസിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ച് അവിടെ രാപാർത്തു. പിറ്റേ ദിവസം ഞങ്ങളെ ആ വീട്ടിലേക്ക് കൊണ്ടുവന്നാക്കി. അപ്പോൾ അവിടെ എല്ലാം അറിയാത്തതായ ആളുകളിൽ കൂടെ ദൈവത്തിൻ്റെ വഴികൾ ഞാൻ കണ്ടിട്ടുള്ളവനാണ്. ഞാൻ പറയുന്നത്, യഹോവയ്ക്ക് കഴിയാത്ത ഒരു കാര്യമില്ല, ദൈവത്താൽ അസാധ്യമായ ഒന്നുമില്ല. നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പക്ഷേ പലർക്കും അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നതായ സഹോദരന്മാർ ഡൽഹാസിയിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു, പാസ്റ്ററേ,
നിങ്ങൾ ഈ കുടുംബവുമായിട്ട് യാത്ര ചെയ്യുകയാണ്, നിങ്ങളുടെ ഭാര്യ, മകൾ ഇവരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒന്നും അറിയാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്, ആമേൻ, അത് യോഗ്യമോ? നേരത്തെ പാസ്റ്റർ പോയി അവിടെ ചെന്ന് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണ്ട. ഞാൻ പറഞ്ഞില്ല, എനിക്ക് മുമ്പായി ദൈവം ദൂതനെ അയച്ചിട്ടുണ്ട്, കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവദൂതൻ എന്നെ ഒരു വലിയ ട്രാപ്പിൽ നിന്ന് വിടുവിച്ചതായ സംഭവം ഞാൻ ഓർക്കുന്നു. ഡൽഹാസിയിലായി അവിടെ നിന്ന് ഡൽഹാസിയിലായിരിക്കുന്ന സ്ഥലത്ത് ആയിരിക്കുമ്പോൾ അവിടെ ഞാൻ മോർണിംഗ് വാക്കിന് വേണ്ടി പോകുന്ന പതിവുണ്ട്. എവിടെ പോയാലും മോർണിംഗ് വാക്കിന് ഞാൻ പോകാറുണ്ട്. യാത്ര ചെയ്യുന്നിടത്തൊക്കെ ഞാൻ മോർണിംഗ് വാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ താമസിക്കുന്നിടത്തുനിന്ന് മോർണിംഗ് വാക്കിന് വേണ്ടി ഒരു ദിവസം ഇങ്ങനെ പോകുന്ന സമയത്ത് രണ്ട് സൈഡുകളിലും വൺ വേ ട്രാഫിക്കാണ്. രണ്ട് സൈഡുകളിലും ഒത്തിരി മരങ്ങൾ, തിക്കായ മരങ്ങളുണ്ട്. ആളുകൾ അകത്താണ് താമസിക്കുന്നത്. അവിടെ അധികം ട്രാഫിക് ഉള്ള സ്ഥലമല്ല. വല്ലപ്പോഴും ഒരു വണ്ടി വരുന്നു പോകുന്നു, അല്ലെങ്കിൽ അത്രയും മാത്രമേ ഉള്ളൂ. എന്നാൽ അങ്ങനെ ഞാൻ പോയിട്ട് മടങ്ങി വരുമ്പോൾ ഞാനൊന്നും ഭയപ്പെട്ടില്ല. കാരണം ഇതുപോലൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നാട്ടിലും താമസിച്ചിട്ടുള്ളത് കൊണ്ട് അവിടെ കാടും തോടും മലകളും തോട്ടങ്ങളും ഒക്കെയുള്ള അതിൻ്റെ ഇടയിലൊക്കെ സഞ്ചരിച്ചത് കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഒരു പ്രയാസമായിട്ട് തോന്നാതെ കണ്ട് ഞാനും യാത്ര ചെയ്ത് വന്ന് നടന്നിട്ട് തിരിച്ചു വരുമ്പോൾ റോഡ് സൈഡിൽ ഞാൻ കാണുന്നത് ഒരു വലിയ ട്രക്ക് പോലൊരു വലിയ വണ്ടി, ഒരു വലിയ വാഹനവുമായിട്ട് ഒരുത്തൻ അവിടെ രണ്ടുപേരവിടെ നിൽക്കുന്നുണ്ട്. ഒരുത്തൻ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നു. വേറൊരുത്തൻ എന്നെ കണ്ടിട്ട് ചാടി ഇറങ്ങി വണ്ടിയുടെ ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ സൈഡ് വാക്ക് കംപ്ലീറ്റായി ക്ലോസായി. എനിക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ലാത്തതായ നിലയിൽ അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് കൊണ്ട് വണ്ടി ഇട്ടിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യാതെ കണ്ട് ഞാൻ അവൻ്റെ കയ്യിലേക്ക് തന്നെ വീഴുന്നത് പോലെ ചെല്ലുന്നത് പോലെ അവൻ ചാടി വന്ന് എന്നെ പിടിക്കാനായിട്ട്, ഹ്യൂജ് മാൻഷനാണ്, എന്നെക്കാളൊക്കെ ഒത്തിരി തടിയുള്ളവനും പൊക്കമുള്ളവനുമാണ്, എന്നെ പിടിക്കാനായിട്ട് മുന്നോട്ട് വരുമ്പോൾ വണ്ടിക്കകത്തിരിക്കുന്നവൻ അവിടെ കിടന്ന് ഒരു അലറുകയാണ്, നോ 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 എന്ന് അവിടെ അവൻ ശക്തിയോട് വിളിച്ചു പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, നോ 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 നോ. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവദൂതന്മാർ ഇടപെടുകയാണ്. ആമേൻ, തൊടാൻ പാടില്ല, അവനെ തുടരുത് എന്നവനോട് പറയുന്നതായ അവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുന്നു. അവനോട് തിരിഞ്ഞു നോക്കിയിട്ട് അവനോട് സംസാരിക്കുന്നു. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. പെട്ടെന്ന് പിന്നെ എനിക്ക് തോന്നി അവിടെ നിൽക്കണ്ട, അതുവഴി ഇറങ്ങി റോഡിൽ കൂടെ തന്നെ മുന്നോട്ട് പോക്കളയാം. അവൻ്റെ വണ്ടിയുടെ മുന്നത്ത് കൂടെ തന്നെ ഞാൻ ഇറങ്ങി പുറമോട്ട് പോയി. അവർ അതിനെ നോക്കി നിന്നതല്ലാതെ അവരെൻ്റെ തൊടാൻ ദൈവം അനുവദിച്ചില്ല. പിന്നെ ഞാൻ കുറേ നേരം നടന്നതിന് ശേഷം നോക്കിയപ്പോഴും അവരും അപ്പോഴും അവിടെ കിടപ്പുണ്ട്. അവർക്ക് അറിഞ്ഞുകൂടാ എന്താ സംഭവിച്ചതെന്ന്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, അവർ പിടിച്ചുകൊണ്ട് പോകുന്നത് ഈ രാജ്യത്ത് അങ്ങനെയുള്ളതായ സംഭവങ്ങളൊക്കെ നടക്കുന്നതായ കാര്യങ്ങളാണ്. ജീവനുള്ള മനുഷ്യനെ പിടിച്ചുകൊണ്ട് പോയി അവരുടേതാകുന്ന ഇൻഡസ്ട്രിയൽ അഥവാ അകത്തുള്ളതാകുന്ന കരള്, അതുപോലെയുള്ളതാകുന്ന ഹാർട്ട്, മറ്റ് വർക്ക് ചെയ്യുന്നതായ എല്ലാ കാര്യങ്ങളും ഓരോരുത്തർക്ക് വേണ്ടി ദാനങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് ഡോക്ടർമാർ ഇവരൊക്കെ അവരുടെ കസ്റ്റഡിയിലുണ്ട്. അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കിഡ്നി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിറ്റാൽ ഇഷ്ടം പോലെ പണം അവർക്കുണ്ടാക്കാൻ കഴിയും. പിന്നീട് ബാക്കി വരുന്നതാകുന്ന ആ ബോഡി എടുത്ത് എവിടെയെങ്കിലും അവർ കൊണ്ടുവന്ന് കുഴിച്ചിടും, അതേ ഉള്ളൂ. പിന്നീട് പോലീസും മറ്റും അന്വേഷിച്ചെന്ന് പറഞ്ഞാലും ഇവർക്കൊന്നും പിടിക്കത്തില്ല. ഒരുപാട് ആളുകളെ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. അവരെക്കുറിച്ച് ലാപ്പതയാണ്. പിന്നെ യാതൊരു നിലയിലും അവരെ കണ്ടുകിട്ടത്തേയില്ല. ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഓരോ സ്റ്റോറികൾ ഈ രാജ്യത്ത് ധാരാളം നടന്നിട്ടുണ്ട്. അതിൽ ഞാൻ പെട്ടുപോകാൻ ദൈവം ഇടയാക്കാതെ കണ്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ച് എന്നെ വിടുവിച്ചതായ ദൈവ സ്നേഹത്തെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നമ്മൾ വിശ്വാസത്തോടെ ഇരുന്നാൽ ഹല്ലേലൂയ, നമ്മയോ നമ്മുടെ തലമുറകളെയോ ദുഷ്ടൻ തൊടുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവം അല്ല. അങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ആരാധിക്കുന്നത്. അവൻ നമ്മെയും നമ്മുടെ തലമുറകളെയും നമ്മൾ ആർക്കെല്ലാം വേണ്ടി ഇടയിൽ നിൽക്കുന്ന
അവരെ എല്ലാം സൂക്ഷിക്കുവാൻ ശക്തനായ ഒരു കർത്താവാണ് നമുക്കുള്ളത്. അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കിയിട്ടുണ്ടെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതെ ഇരിക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചാക്കി. ഹല്ലേലൂയ. അതെ, ആ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അവർ നമ്മളെ നോക്കുന്നു. ആ ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം കാണുന്നു എന്ന് യേശു കർത്താവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൂതന്മാർ, നമുക്ക് വേണ്ടി നമ്മളെ സൂക്ഷിക്കുന്ന ദൂതന്മാർ ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. ഇതുപോലുള്ള പല അനുഭവങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. ഞാൻ നോർത്ത് ഇന്ത്യയിലായിരിക്കുമ്പോൾ വേറൊരു ദർശനം ദൈവം എനിക്ക് തന്നതിന് അതേക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. 2 ദർശനങ്ങൾ ദൈവം എനിക്ക് തരികയുണ്ടാകും. ഒരു രാത്രിയിൽ കർത്താവ് എനിക്ക് തന്നതായ 2000-ലാണ് എന്നാണ് എൻ്റെ പൂർണ്ണമായ ചിന്ത. 2000-ൽ ആമേൻ ഒരു ദിവസം മെയ് മാസത്തിലാണ്. അന്ന് വളരെ ചൂടുള്ള സമയമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ. ആമേൻ. അന്ന് ഒരു രാത്രിയിൽ ഞാനിങ്ങനെ വിശ്രമിക്കുന്നതായ സമയത്ത് രാത്രിയിൽ ഞാൻ കാണുന്നത്, ആ സ്ട്രീറ്റിൽ കൂടെ, ഞാൻ താമസിക്കുന്ന എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള സ്ട്രീറ്റിൽ കൂടെ ആമേൻ യേശു കർത്താവ് നടന്നു വരുന്നു. യേശു കർത്താവ് നടന്നു വരുന്നതായ ആ കർത്താവിനെ ഞാൻ കാണുന്നു. നടന്നു വന്നിട്ട് എൻ്റെ ഗേറ്റിലേക്ക് കർത്താവ് കടന്നു. പെട്ടെന്ന് തന്നെ എൻ്റെ റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ ഞാൻ ഒരു ചെയറിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിനെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ കർത്താവിനേക്കാൾ വളരെ പൊക്കം ഉള്ള വ്യക്തിയായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ അന്നേരം നോക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അരയുടെ അത്രത്തോളം നീളമേ ഉള്ളെനിക്ക്. അത്രയും കർത്താവിനെ സൂക്ഷിച്ച് എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നു. ഞാൻ ഇങ്ങനെ പറയുണ്ടായി, ലോർഡ്, ഇംഗ്ലീഷിലാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, ലോർഡ് യു ബ്ലസ് മീ എന്ന് ഞാൻ കർത്താവിനോട് പറയുന്നതായിട്ട് ഞാൻ എൻ്റെ നാവിൽ നിന്ന് പുറപ്പെട്ടു. അപ്പോൾ കർത്താവിനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുണ്ടായി, ഐ എം ബ്ലസ്സിങ് യു ബട്ട് യു പ്രീച്ച് മൈ വേർഡ്. അതാണ് എന്നോട് കർത്താവ് പറഞ്ഞ, യു പ്രീച്ച് മൈ വേർഡ്. പിന്നെ കർത്താവ് അപ്രത്യക്ഷമായിരുന്നു. പിന്നീട് കർത്താവിനെ ഞാനിവിടെ കണ്ടില്ല. പിന്നെ ഒരു ചെറിയ മനുഷ്യനെയാണ് ഞാനിവിടെ കാണുന്നത്. അയാൾ എന്നോട് പറഞ്ഞത്, കർത്താവ് പോയി. മലയാളത്തിൽ അയാൾ എന്നോട് പറഞ്ഞ്, കർത്താവ് പോയി. അപ്പോൾ വന്നത് കർത്താവായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് അതിൽ കൂടെയും മനസ്സിലായി. അന്ന് രാത്രി തന്നെ പല ദർശനങ്ങൾ ഞാൻ കണ്ടു. അതിന് ശേഷം കണ്ടത്, ഞാനൊരു 8 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കൊമ്പുള്ള ഒരു മനുഷ്യനെ അവിടേക്ക് അകത്തേക്ക് വരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് സാത്താനാണ്. സാത്താനെ, ഞാൻ അദ്ദേഹത്തെ പറയുണ്ടായി, ആത്മാവിൽ പറഞ്ഞു, സാത്താനെ, നീ ഇറങ്ങിപ്പോ, നീ ഇവിടെ വരേണ്ട കാര്യമില്ല. ഒന്ന് പറഞ്ഞപ്പോഴും അത് നിൽക്കുന്നില്ല. പിന്നെ മുന്നോട്ട് വന്നു. രണ്ടാമത് ഞാൻ പറഞ്ഞപ്പോഴും അത് അനുസരിക്കാൻ മനസ്സില്ലാതെ വന്നപ്പോൾ മൂന്നാമത്, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, get out from this place. അപ്പോൾ അത് ഞാൻ പ്രാർത്ഥിക്കുന്ന കുട്ടിയുടെ അതേ രൂപത്തിൽ അത് ഓടിപ്പോകുന്നതായ ഒരു അനുഭവം ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ആ കുട്ടിയിൽ ഉണ്ടായിരുന്ന ആ ദുഷ്ടശക്തിയാണ് അതിനെ വിട്ടുപോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷമായിട്ട് പല ഭൂതഗ്രഹസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴൊക്കെയും ദൈവം സൗഖ്യം കൊടുത്തതായി ഞാൻ കണ്ടിട്ടുണ്ട്. എക്സാക്ട്ലി ആഫ്റ്റർ 3 years, 3 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും കർത്താവ് എനിക്കൊരു ദർശനം തന്നത്, ഞാൻ ഹല്ലേലൂയ, ഭൂമിയിലായിരിക്കുന്നതായ ദർശനമല്ല, അത് സ്വർഗത്തിലെ ഒരു ദർശനമാണ്. എന്നാൽ 3-ാം സ്വർഗത്തിലെ ദർശനമല്ല. അത് ഞാൻ കാണുന്നത് ഒരു മനോഹരമാകുന്ന പട്ടണം തന്നെയാണ്. മനോഹരമാകുന്ന മോഡേൺ ബിൽഡിങ്ങുകളാണ്. അന്ന് ഞാൻ അതുപോലുള്ള ബിൽഡിങ്ങുകൾ കണ്ടിട്ടില്ല ഒരിടത്തും. പല രാജ്യങ്ങളും ഞാൻ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും എന്നെ കർത്താവ് ഒരുപാട് രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട്, സ്വീഡനിലും മറ്റുമൊക്കെ. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. സ്വീഡനിൽ ദൈവം എന്നെ അയച്ചതിനെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ പിന്നെ ഇപ്പോൾ പറയാം. ഈ ദർശനത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ. ആ ദർശനം എങ്ങനെയാണ് കാണുന്നത്? എന്നെ ഒരു വലിയ ബിൽഡിങ്ങിലേക്ക് ഞാനൊരു ശബ്ദം കേൾക്കുന്നതാണ്. ഒരു മനുഷ്യനെ കാണുന്നതിൽ ഒരു ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം എന്നോട് പറയുന്നു, നീ ആ ബിൽഡിങ്ങിലേക്ക് പോകുക. ഞാൻ ആ ബിൽഡിങ്ങിലേക്ക് പോയി. ആ ബിൽഡിങ്ങിൽ ചെന്നപ്പോൾ വളരെ
മോഡേൺ സോഫിസ്റ്റിക് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയൊരു ബിൽഡിംഗ് ആണ്. അതിനകത്തേക്ക് കയറിയപ്പോൾ അവിടെ വലിയൊരു എലിവേറ്റർ ഓട്ടോമാറ്റിക്കലി തുറന്നു വരുന്നു. അതിന് മുമ്പായിട്ട് അവിടെ ഒരു ഒരു വാള് പ്രൊജക്റ്റ് ചെയ്തു വരുന്നു. എന്നോട് ആ ശബ്ദം പറയുകയാണ്, നീ ആ സോഡ് കയ്യിലെടുക്കാൻ പറഞ്ഞു. ഞാൻ ആ സോഡ് കയ്യിലെടുക്കുന്നു. ആ സോഡ് കയ്യിലെടുത്തുകൊണ്ട് അതിന് ശേഷമാണ് ഈ എലിവേറ്റർ ഓപ്പണായി വരുന്നത്. ആ എലിവേറ്ററിൽ എന്നോട് ആ ശബ്ദം പറയുന്നു, നീ എലിവേറ്ററിനകത്ത് കയറാൻ പറഞ്ഞു. ഞാൻ എലിവേറ്ററിനകത്ത് കയറി. എത്രാമത്തെ ഫ്ലോറിലാണ് നിർത്തിയെന്ന് അറിയത്തില്ല. ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണെന്ന് എനിക്ക് മനസ്സിലായി. അത് വലിയ ബിൽഡിംഗ് ആയത്, ഹൂജ് ബിൽഡിംഗ്. ആ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ ഇറങ്ങി ചെന്നപ്പോൾ ആ എലിവേറ്റർ ഓപ്പണായി. എന്നോട് പറഞ്ഞു വെളിയിലിറങ്ങാൻ. വെളിയിലിറങ്ങിയപ്പോൾ ഞാൻ കാണുന്നത് എൽ ഷേപ്പിൽ ഒരു വലിയ ഹോളാണ്. ആ ഹോളിനകത്ത് നിറഞ്ഞു കിടക്കുന്നതായ ഒരു വലിയ ഭീമാകാരമായ ഒരു സർപ്പൻ്റ്, ഒരു വലിയ പാമ്പിനെയാണ്, വലിയൊരു സർപ്പൻ്റാണ് ഞാൻ കാണുന്നത്. ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഈ സർപ്പൻ്റ് വന്ന് കിടക്കാൻ എങ്ങനെയാണ്? റീസൺ എന്താണ്? ഇതിൻ്റെ മുൻപിൽ നീ എന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ വാലൊന്ന് അനക്കിയാൽ ഞാൻ മൈലുകൾ ദൂരെ തെറിച്ചു പോകും. അത്രമാത്രം ഒരു ഭീമാകാരമാകുന്ന ആ സർപ്പത്തെയാണ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ വചനം പറയുന്നത് പോലെ പഴയ പാമ്പ്, ഏദനിൽ കയറിയ പഴയ പാമ്പെന്നൊക്കെയും വചനത്തിൽ പറയുന്നത് പോലെ എനിക്കത് മനസ്സിലായി. വലിയ സർപ്പം അവിടെ കിടക്കുകയാണ്. ഞാൻ എന്തിനാണ് കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അതിൻ്റെ തല ഇങ്ങനെ ഉയർത്തി അതിൻ്റെ തലയിൽ ഞാൻ നോക്കുമ്പോൾ ചില രോമങ്ങളുമൊക്കെ, സിംഹത്തിൻ്റെ രോമം പോലെ ചില രോമങ്ങളുമൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ വായ ഒരു പാമ്പിൻ്റെതായ വായാണ് അതിനുള്ളത്. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ട് കുറച്ചു നേരം നിന്നു. അവിടെ അതൊന്നും അനങ്ങുന്നില്ല. ഞാൻ അതിനകത്ത് കയറിയത് പോലും ശ്രദ്ധിക്കാതെ കണ്ട് അതങ്ങനെ അവിടെ കിടക്കുകയാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, എന്തിനെന്നെ കൊണ്ടുവന്നു? ഈ വാള കൊണ്ട് ഞാൻ എന്നെ തൊട്ടാൽ അതെന്നെ അറ്റാക്ക് ചെയ്യുമല്ലോ എന്നൊക്കെയും ചിന്തിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് അതിൻ്റെ അങ്ങേ സൈഡിൽ നിന്ന് ഇതുപോലൊക്കെ അതിൻ്റെ തലയെ വെട്ടുന്നതായ വാള് വരുന്നതായി ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ എനിക്ക് ധൈര്യമുണ്ടായി. അപ്പോൾ ആ വാള് വന്ന് ആ തലയെ വെട്ടുമ്പോൾ, ആ പാമ്പിൻ്റെ അല്ലെങ്കിൽ ആ സർപ്പത്തിൻ്റെ തല വെട്ടുമ്പോൾ എനിക്ക് ധൈര്യമുണ്ടായി. എൻ്റെ കയ്യിലുള്ള വാള് കൊണ്ട് ഞാനും വെട്ടി. 5-6 വെട്ടിയതിന് ശേഷമായി ഞാൻ വിചാരിച്ചു, ഇനി തല പൊക്കത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ ഞാൻ തിരിഞ്ഞ് പോരാമെന്ന് വിചാരിച്ച് അതിൻ്റെ ഡോറ് വരെ വന്നിട്ടും തിരിഞ്ഞ് നോക്കുമ്പോൾ അത് തല താഴ്ന്നു കിടക്കുകയാണെങ്കിലും എന്നെ ഇങ്ങനെ ഇറുകണ്ടിട്ട് നോക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടു. അതിനെന്താണെന്ന് ഞാൻ പിന്നീട് അതേക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോൾ ഈ വാള് ദൈവവചനമാണെന്ന് എനിക്ക് മനസ്സിലായി. ദൈവവചനമാകുന്ന വാള് കൊണ്ട് അവൻ്റെ തലയെ വെട്ടിയെങ്കിൽ മാത്രമേ അവൻ തല താഴ്ത്തത്തുള്ളൂ. എന്തെല്ലാം ചെയ്തെന്ന് പറഞ്ഞാലും അവനൊരു വിഷയമല്ല. അപ്പോൾ ഈ സത്യവചനം പ്രസംഗിക്കുവാനാണ് കർത്താവ് എന്നോട് പറഞ്ഞതും. അതുകൊണ്ട് ഈ വാള്, ദൈവവചനമാകുന്ന വാള് ശക്തമായി അതിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെ വെളിപ്പെടുത്തുന്ന വിഷയമാണെന്നും കൂടെ പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുകയുണ്ടായി. എവിടെല്ലാം പോകുന്നിടത്ത് അവിടെല്ലാം ദൈവം തരുന്നതായ സ്ഥലങ്ങളിലെല്ലാം ഈ വാള് അഥവാ ഈ വചനം ഉപയോഗിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിച്ചു. ഞാൻ ഇൻഡോറിലായിരിക്കുന്ന സമയത്താണ് ഒരു പകൽക്കാലം ഉച്ച കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇതുപോലൊക്കെ ഞാനവിടെ വിശ്രമിക്കുന്നതായ സമയം. നല്ല ചൂടുള്ള സമയമാണ്. അപ്പോൾ ഒരു ഫോൺ വരുന്നത്. എനിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു ഫോൺ വന്നു. ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ സ്വീഡിഷുകാരനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹം എന്നോട് സംസാരിച്ചു. ആർ യു പാസ്റ്റർ ജോർജ് തോമസ്? ഞാൻ പറഞ്ഞു, യെസ്, ഐ ആം പാസ്റ്റർ ജോർജ് തോമസ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഇൻഡോറിലേക്ക് വരണം. സോ ഇൻഡോറിലേക്ക് വരാനായിട്ട് ഇവിടെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്ന് എൻ്റെ ഈ ഫോൺ നമ്പർ കിട്ടി? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഡൽഹിയിൽ വന്നപ്പോൾ ഒരു ചർച്ചിൽ പല ഇൻഡോറിലുള്ള ദൈവദാസന്മാരുടെ നമ്പറുകൾ നോക്കി. പക്ഷെങ്കിൽ ആരെ വിളിക്കണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് നിങ്ങളെ വിളിക്കാനായിട്ട് തോന്നിയത്. അതുകൊണ്ട് നിങ്ങളെയാണ് ആദ്യമായി വിളിക്കുന്നതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഫുൾ ഗോസ്പൽ വിശ്വസിക്കുന്ന ആളാണോ? അദ്ദേഹം എന്നോട് പറഞ്ഞു, അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ചോദിച്ചു, ആർ യു എ പെന്റക്കോസ്റ്റൽ മാൻ?
അദ്ദേഹം യെസ് ഐ എം എ പെൻറ്റക്കോസ്റ്റൽ മാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, യു വെൽക്കം, യു കൻ കം ഓവർ ഇൻ ദിസ് പ്ലേസ്. അദ്ദേഹം വരികയുണ്ടായി. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു ഹോട്ടലിൽ താമസിപ്പിച്ച ദിവസം എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ആഹാരം കൊടുത്ത് ചർച്ചുമൊക്കെ കാണിച്ച് അദ്ദേഹത്തെ ഞാൻ മടക്കി കൊണ്ടുവന്ന് അയച്ചു. എന്നാൽ അദ്ദേഹം പോകുന്ന സമയത്ത് എന്നോട് പറയുകയുണ്ടായി, ഒരു ഗ്രൂപ്പ്, ഒരു 4-5 പേര് ഞാൻ ഇവിടേക്ക് അയക്കും. അവർക്ക് ഇവിടുത്തെ മിഷൻ വർക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും ഇവിടെയുള്ളതാകുന്ന ആളുകളുമായി സഹകരിക്കാനും മറ്റുമൊക്കെയാണ് അവർ വരുന്നത്. അതിനൊന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു ഓക്കെ, നോ പ്രോബ്ലം, ഒരു 1.5 മാസത്തേക്കായിരിക്കും വരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ഞാൻ അതിനെ അംഗീകരിച്ചു. ആമേൻ. ഞാൻ അവരെയുമായിട്ട് പലയിടങ്ങളിൽ യാത്ര ചെയ്യാനും മറ്റും ഔറംഗാബാദിലും മറ്റുമൊക്കെ എന്നോടുകൂടെ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുണ്ടായിരുന്നു. ആമേൻ. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ അടുത്തേക്ക് ഞാൻ അയക്കുകയുണ്ടായി. മഹാരാഷ്ട്രയിലും അതുപോലെ മറ്റ് പ്രദേശത്ത് പല സ്ഥലങ്ങളിലുമായിട്ടൊക്കെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി. എനിക്കൊരു വാഹനം ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെയൊക്കെ കൊണ്ടുപോവുകയും ഭോപ്പാലിലുമൊക്കെ കൊണ്ടുപോയി അവരെ പ്രസംഗിപ്പിക്കുകയും മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്യാനിടയായി തീർന്നു. ഞങ്ങളോടൊപ്പം സഹകരിക്കുകയൊക്കെ ചെയ്തു. ആ ദേവദാസൻ അവർ പോകുമ്പോൾ ഒരു കുടുംബം ഉണ്ടായിരുന്നവരെന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ സ്വീഡനിലേക്ക് കൊണ്ടുപോകാം, പാസ്റ്റർക്ക് വേണ്ടതായ എല്ലാ ക്രമീകരണം ഞങ്ങൾ ചെയ്യാം, ടിക്കറ്റ് ഞങ്ങൾ അറേഞ്ച് ചെയ്യും, താമസം അറേഞ്ച് ചെയ്യും, ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പോയി. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഞാൻ പ്രതീക്ഷിക്കാത്തതായ കാര്യമാണ്, ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ്. ദൈവം താൻ വരുന്നു എന്നെനിക്ക് മനസ്സിലായപ്പോൾ ദൈവം എല്ലാറ്റിനും നല്ല കർത്താവാണ്. അങ്ങനെ അവർ പോയി. പറഞ്ഞതുപോലെ തന്നെ അവരെനിക്ക് കോൺഫറൻസിന് വേണ്ടി ഒരു ഇൻവിറ്റേഷൻ അയക്കുകയുണ്ടായി. അങ്ങനെ അവിടേക്ക് കടന്നുപോയി. ഒരു വലിയ കോൺഫറൻസ് ആയിരുന്നു. ആ കോൺഫറൻസിൽ എൻ്റെ അവസാന ദിവസം പാസ്റ്റർ ബെന്നിഹിനാണ് അന്ന് മിനിസ്ട്രിക്ക് വേണ്ടി അവിടെ വന്നത്. പാസ്റ്റർ ബെന്നിഹിൻ അവിടേക്ക് വരുമ്പോൾ അന്ന് 10,000 പേരിരിക്കാവുന്നൊരു ചർച്ച ആയിരുന്നു. എന്നാൽ അദ്ദേഹം വന്നപ്പോൾ 10,000-25,000 പേരോളം തടിച്ചുകൂടി. അപ്പോൾ എല്ലാം സ്വീഡിഷുകാരായ വെള്ളക്കാരാണ്. പല ഇന്ത്യയിൽ നിന്നും ആ കോൺഫറൻസിന് വേണ്ടി പലരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള പല പാസ്റ്റർമാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും അവിടെ ഉണ്ട്. ഈ അകത്ത് കയറാനായിട്ട് തന്നെ അന്നത്തെ ദിവസം വലിയ ബുദ്ധിമുട്ടായിരുന്നു. 10,000 പേരിൽ കൂടെ അതിനകത്ത് ഉൾക്കൊള്ളത്തില്ല. ബാക്കിയുള്ളവരെല്ലാം പുറത്തിരിക്കണം. പുറത്ത് അവരെല്ലാം അതിനുള്ള CCTV ക്യാമറകളും മറ്റുമൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ആ മീറ്റിങ്ങുകൾ അവർ കണ്ടക്ട് ചെയ്യാനായിട്ട് ചെയ്തതായ കൃപയാൽ എനിക്ക് അകത്ത് കയറാൻ എന്നോടുകൂടെ വേറൊരു ദൈവദാസൻ പൂനെയിൽ നിന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അകത്ത് കയറുവാനും മറ്റും ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞത്, അവിടെ ഇങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കാനായി ആളുകളെ എഴുന്നേൽപ്പിച്ചപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് സ്റ്റേജിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി നിൽക്കുകയാണ് അദ്ദേഹം വിളിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഞാൻ അവിടേക്ക് പോകാതെ എന്നെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, കർത്താവേ, ഇഫ് യു സ്റ്റിൽ ലവ് മീ, ഞാനിങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, ഇഫ് യു സ്റ്റിൽ ലവ് മീ, let this man of God call me to the stage. ഈ ദൈവദാസൻ എന്നെ സ്റ്റേജിലേക്ക് വിളിക്കട്ടെ പ്രാർത്ഥിക്കാനായിട്ടെന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞ് ഞാൻ കൈ താത്തിടുന്നതിന് മുമ്പ് തന്നെ ബെന്നിഹിൻ്റെ 2 പേര് വന്ന് എന്നെ കയ്യിൽ പിടിക്കുന്നു. അദ്ദേഹം വിളിക്കുന്നു, നിങ്ങളെ അദ്ദേഹം വിളിക്കുന്നു. ആ വിളിക്കാനുള്ള റീസൺ എന്താണ്? സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. ഞാൻ സേവിക്കുന്ന യേശു കർത്താവാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് അത് പ്രേരണ കൊടുത്തത്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഇഫ് യു സ്റ്റിൽ ലവ് മീ, നീ എന്നെ ഇന്നും സ്നേഹിക്കുന്നു എങ്കിൽ, പ്രൈസ് ഗാഡ്, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് ഒരിക്കൽ കൂടെ എനിക്ക് രുചിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. ആമേൻ. ആ സ്റ്റേജിലേക്ക് അദ്ദേഹം അവരെന്നെ കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം എൻ്റെ തലയിൽ കൈവയ്ക്കുകയും ഞാൻ അവിടേക്ക് അവിടേക്ക് വീണില്ല. അതിനെ അവരെ പിടിച്ചു കിടത്തി. അവിടെ കുറച്ചു നേരം കിടന്നതിന് ശേഷം ഞാൻ എഴുന്നേറ്റ് പോയി. എന്നാൽ ഞാൻ പറഞ്ഞത്, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി, നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. ഉടനടി നമുക്ക് വേണ്ടി മറുപടി അയക്കുന്ന ഒരു സ്വർഗത്തിലെ കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. ഞാൻ പോയത് അവിടെ ഒരാഴ്ചത്തെ കോൺഫറൻസിനാണെങ്കിലും എന്നെ കൊണ്ടുപോയവർ 1 മാസത്തോളം എന്നെ പല സഭകളിലും കൊണ്ടുപോയി. അവിടെയുള്ള പല ചർച്ചകളിലും പ്രസംഗിച്ചു. പല രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ദൈവം വിടുതലുകളെ അയക്കുകയും മറ്റും ചെയ്യുകയുണ്ടായി. 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ മടങ്ങി.
അതുവഴി UK വഴിയാണ് ഞാൻ വീട്ടിലേക്ക് വരാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തതുകൊണ്ട് UK ചെന്ന് അന്ന് സ്കോട്ട്ലൻഡിൽ എൻ്റെ മകള് ജോലി ചെയ്യുന്ന സമയമാണ്. മൂത്ത മകൾ അവിടെ സ്കോട്ട്ലൻഡിൽ ജോലി ചെയ്യുന്നവളെ കാണാനായിട്ട് ഞാൻ ലണ്ടനിൽ നിന്ന് അവിടേക്കൊരു ബസ് കയറി അവിടേക്ക് പോയി. അവിടെ ലണ്ടനിൽ സ്കോട്ട്ലൻഡിൽ ചെന്നപ്പോൾ എൻ്റെ മകൾ അവിടെ പോകുന്ന ചർച്ചിൽ അവിടെയുള്ള ഒരു സ്കോട്ടിഷ് പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ വൈഫും കൂടെ അവിടെ വന്നിട്ടുണ്ട് എന്നെ സ്വീകരിക്കാനായിട്ട്. ഞാൻ അവരുടെ വീട്ടിലാണ് താമസിക്കാൻ പോകേണ്ടത്. അവിടേക്ക് ഞാൻ പോവാൻ, അവിടെ വീട്ടിൽ താമസിക്കുവാനും അവരുടെ ചർച്ചിൽ അവർക്ക് 2 ചർച്ചുകൾ ഉണ്ട് മെയിൻ സിറ്റിയിലും. അതുകൂടാതെ വേറൊരു ചർച്ചുണ്ട്. ഈ 2 ചർച്ചുകളിലും മിനിസ്ട്രി ചെയ്യുവാനും ദൈവം അവിടെ എനിക്ക് അവസരങ്ങൾ തരികയുണ്ടായി. കൂടാതെ കണ്ട് ശനിയാഴ്ച ദിവസം അവിടെ ഗ്ലാസ്കോ എന്ന് പറയുന്നതായ സിറ്റിയിൽ മലയാളികളുടേതായ ഒരു ഗ്രൂപ്പ് മാസത്തിൽ ഒരു മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. എന്നാൽ എനിക്ക് അവരുടേതാകുന്ന കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു ലണ്ടനിൽ നിന്ന് ഞാൻ പോരുമ്പോൾ. എന്നാൽ ലണ്ടനിൽ ഞാൻ ഒരു ചർച്ചിൽ, മലയാളം ചർച്ചിൽ പ്രസംഗിച്ചതിന് ശേഷമാണ് ഞാൻ ബസ് കയറാൻ പോയത്. ആ ചർച്ചിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് അവിടുത്തെ പാസ്റ്റർ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ദൈവദാസൻ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇതുപോലെ സ്കോട്ട്ലൻഡിലേക്ക് പോവുകയാണ്, ഗ്ലാസ്കോയിലേക്ക് പോകുന്നു. അദ്ദേഹം പറയുണ്ടായി, ഗ്ലാസ്കോയിൽ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്കാരെയും അറിയത്തില്ല, എൻ്റെ മോളെ മാത്രമേ അറിയത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, കുഴപ്പമില്ല, ഗ്ലാസ്കോയിൽ ഒരു കൂടിവരവ് ഇതുപോലെ തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു. അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഒരു നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഈ നമ്പറും കൊണ്ട് പോകൂ, അവിടെ ചെന്നൊന്ന് വിളിച്ചു നോക്കൂ, എന്തെങ്കിലും പ്രയോജനം വരുന്നെങ്കിൽ ആക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ ഇറങ്ങിപ്പോയതായി എന്നെ പുറകെ വന്ന് നമ്പർ തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞാൻ അത് ഉപയോഗിച്ചപ്പോഴാണ് ഞാൻ ചെന്ന ആ സാറ്റർഡേയിൽ തന്നെയാണ് ആ മീറ്റിംഗ്. മാസത്തിൽ ഒരു മീറ്റിംഗേ ഉള്ളൂ, ആ സാറ്റർഡേയിലാണ് ആ മീറ്റിംഗ് എന്നവർ പറഞ്ഞുകൊണ്ടു. പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് പാസ്റ്ററെയാണ്, അവിടെയുള്ള ഇംഗ്ലീഷ് പാസ്റ്ററെ അന്ന് വചനം പറയാനായി വിളിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവദാസൻ ദൂരെ നിന്ന് വന്നത് കൊണ്ട് 10 മിനിറ്റ് സാക്ഷ്യത്തിന് വേണ്ടി തരുന്നതായിരിക്കും, അതുകൊണ്ട് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഓക്കെ, എന്തായാലും കുഴപ്പമില്ല, നിങ്ങൾ അത്രയും സമയം തന്നതിൽ വളരെ സന്തോഷം, പ്രൈസ് ഗോഡ്. അങ്ങനെ ഞാൻ അവിടേക്ക് പോകണം. എൻ്റെ മകൾ പാർക്കുന്ന സ്ഥലത്ത് നിന്ന് 40 മൈൽ ദൂരത്തിലാണ് ഈ ഗ്ലാസ്കോ സിറ്റി. അവിടേക്ക് പോയി അവിടെ ആരെയും നമുക്ക് അറിഞ്ഞുകൂടാ, ഇങ്ങനെ പോകണമെന്ന് അറിയത്തില്ല. ഞാൻ ഈ സ്കോട്ടിഷ് പാസ്റ്ററോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുണ്ടായി, ആ സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്, അതുകൊണ്ട് എനിക്ക് ആ സ്ട്രീറ്റുകളെല്ലാം അറിയാം, ഞാൻ കൊണ്ടുപോകാൻ പാസ്റ്ററെ, ഒന്നും പഠിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ട്, ഞാനും എൻ്റെ മകളും ഒക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് പാസ്റ്ററും കൂടെ കൂട്ടി എന്നെ അവിടേക്ക് കൊണ്ടുപോയി. അവരും ആ മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവിടെ ഞാൻ ആ മീറ്റിങ്ങിൽ സമയം ലഭിച്ചനുസരിച്ച് ഞാൻ വിറ്റ്നസ് ചെയ്യുകയുണ്ടായി. എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ പലരും എന്നെ വന്ന് കാണുകയൊക്കെ ചെയ്തു, പരിചയപ്പെട്ടപ്പോൾ ഒരു ഫാമിലി വന്നിട്ട് എന്നോട് പറയുകയുണ്ടായി, ഞങ്ങളും പാസ്റ്റർ പറഞ്ഞ പോലെ അനുഭവമൊക്കെ ഉള്ളവരാണ്, ഞങ്ങൾക്കും അതേപോലുള്ളതാകുന്ന ബാക്ക്ഗ്രൗണ്ടാണ്, ഞങ്ങളുടെ പേരൻസ് അങ്ങനെയൊക്കെ കർത്താവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും രോഗശാന്തിയിലൊക്കെ വിശ്വസിച്ചവരാണ് എന്നൊക്കെ പറയുകയുണ്ടായി. കൂടാതെ കണ്ടൊരു കാര്യം കൂടെ പറഞ്ഞു, ഞങ്ങളുടെ ഒരു അനിയൻ അമേരിക്കയിലുണ്ട്, അവന് വേണ്ടി ഒരു വിവാഹം ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ മകൾക്കും ഞാനിങ്ങനെ വിവാഹമൊക്കെ നോക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അവളും എൻ്റെ കൂടെ ഉണ്ട്. അതിനുശേഷമായിട്ട് അവളെ അവർ കാണുകയും മോളോട് അവൾ സംസാരിക്കുകയും മറ്റുമൊക്കെ ചെയ്യുകയുണ്ടായി. അതിനുശേഷം അങ്ങനെ ആ വിവാഹത്തിൻ്റെ ആലോചന വരികയുണ്ട്. എന്നാൽ ദൈവാത്മാവ് നേരത്തെ എൻ്റെ ഇളയ മകളിൽ കൂടെ ഈ വിഷയം എന്നോട് പറഞ്ഞിരുന്നു, ആലോചന അവിടെ നിന്ന് തന്നെ വരും, അത് ആ പയ്യൻ അവിടെ ഉണ്ടാകുന്ന പയ്യനല്ല, ദൂരെ ആയിരിക്കുമെന്നും അവൾ പറഞ്ഞിരുന്നു. അതുപോലെയാണ് അവിടെ ആ വിഷയങ്ങൾ വരുന്നത്. ഞാൻ നാട്ടിൽ തിരിച്ച് ഇൻഡോറിൽ ചെന്നപ്പോൾ അവിടെ അമേരിക്കയിലുള്ള അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിവാഹം, അദ്ദേഹം വന്ന മോളെയൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തെന്ന് സ്കോട്ട്ലൻഡിൽ, അദ്ദേഹം
അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിവാഹം സന്തോഷമാണ്, പാസ്റ്റർ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, എനിക്കും സന്തോഷമാണ്. ഞാൻ ആ പയ്യനെ കണ്ടിട്ടില്ല, എങ്കിലും ഞാൻ ആ ദൈവാത്മാവിൽ അത് മനസ്സിലാക്കി. നേരത്തെ ദൈവാത്മാവ് പറഞ്ഞിരുന്ന വിഷയം തന്നെ ആയതുകൊണ്ട് അതിനത് സംശയിക്കാൻ എനിക്കൊന്നും ഉണ്ടായില്ല. പിന്നീട് ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞിരുന്നു. അവൾ വേറെ ഒരു ഇംഗ്ലീഷുകാരി സ്ത്രീ ഒരു ദൂത് അവൾ എൻ്റെ കയ്യിൽ തന്നു. നിങ്ങളുടെ മകൾ ഇവിടുന്ന് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് അവിടെ ഭർത്താവിൻ്റെ കൂടെ ആയിരിക്കുമെന്ന്. ഞാൻ വിചാരിച്ചത് ഭർത്താവ്, അവളും വിചാരിച്ചത് എന്താ ദൂതാണ്. അപ്പോൾ പക്ഷെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിച്ചു. ഈ ആലോചന വന്നതിന് ശേഷമായിട്ട് അവർ തമ്മിൽ സംസാരിക്കുകയും അങ്ങനെ ലണ്ടനിലേക്ക് മകൻ അവിടേക്ക് വരികയും അവർ ഒന്നിച്ചാണ്, ഒരു ഫ്ലൈറ്റിലാണ് ബോംബെ വരെ യാത്ര ചെയ്തത്. തമ്മിൽ പരിചയപ്പെടാൻ അങ്ങനെ ഒരു സമയമുണ്ടായി. ബോംബെയിൽ നിന്ന് മകൾ എൻ്റെ ഉള്ളിലേക്ക് വരികയും മറ്റേത് കേരളത്തിലേക്ക് പോവുകയും ചെയ്ത്. ഞാൻ പറഞ്ഞത്, ഇതെല്ലാം ദൈവത്തിൻ്റെ വലിയ കാര്യപരിപാടിയും ദൈവം ഒരുക്കുന്നതായ വഴികൾ അഗോചരമാണ്, അത്ഭുതകരമാണ്. ദൈവം എത്ര നല്ലവനാണ്! ആ കർത്താവിനെ സേവിക്കുവാൻ, ആ കർത്താവിനെ പിൻപറ്റുവാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. പലരും പറയുണ്ടായി, പെൻഷൻ കിട്ടുന്ന ഒരു ജോലിയൊക്കെ കളഞ്ഞിട്ട് സുവിശേഷ വിലക്കിറങ്ങിയാൽ നിങ്ങൾ പരാജയപ്പെടുത്തില്ലയോ? ഞാൻ പറഞ്ഞില്ല. ആൽഫ വിടുമ്പോൾ എന്നോട് അവിടെയുള്ള സഹോദരന്മാർ 100ഓളം വിശ്വാസികൾ അന്ന് ചർച്ചയിൽ കൂടാനുള്ളപ്പോൾ അവർ പറഞ്ഞ്, ഈ 3 പെൺകുഞ്ഞുങ്ങളെങ്കിലും ഓർത്ത് പാസ്റ്റർ ഇവിടെ നിൽക്കൂ, അവർക്കൊരു ഭാവിയില്ലയോ? നിങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോരാ, ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും, ആരും നിങ്ങൾക്ക് വേണ്ടി കരുതും, നിങ്ങളെ ആരും നിങ്ങൾ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരികയില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞു, ഞങ്ങൾ സേവിക്കുന്ന ദൈവം വലിയവനാണ്, ആ കർത്താവിന് കഴിയാത്ത ഒരു കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എൻ്റെ മാതാവ് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുകയുണ്ടായി. എൻ്റെ മാതാപിതാക്കൾ എത്രയോ ദൈവദാസന്മാരുടെ വിശപ്പടക്കിയവരാണ്. എത്രയോ ദൈവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ രാവാർത്തിട്ടുണ്ട്. അവർക്കെല്ലാം ആഹാരവും അവർക്ക് കുളിക്കാനുള്ള വെള്ളം, അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചൂടാക്കി കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും അവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾ വലിയതായി എൻ്റെ മാതാപിതാക്കൾ വർഷങ്ങളോളം ചെയ്തിട്ടുള്ളതിന് ദൈവം ഒരിക്കലും അനീതിയുള്ള ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. അതെൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കി തരുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനായി ഇന്നും ജീവിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇതുപോലുള്ള അനേക അത്ഭുതങ്ങൾ കർത്താവിൻ്റെ ജീവിതത്തിൽ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അതിനുശേഷമായിട്ട് ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു വരുന്നതായ വിഷയം ഇതാണ്. ദൈവം ഞങ്ങളെ അമേരിക്കയിലാക്കിയിരിക്കുന്നതായ സമയത്തെക്കുറിച്ച്. അവിടെ നിന്ന് ഹല്ലേലൂയ, സാൻ ആന്റോണിയോയിൽ നിന്ന് എൻ്റെ ഇളയ മകളുടെ വിവാഹം ഡാളസിലുള്ളതായ ഒരു ദൈവദാസൻ്റെ മകനുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം, അവർ വിവാഹതരായതിനു ശേഷമാണ് ഞങ്ങൾ ഡാളസിലേക്ക് മൂവ് ചെയ്യുവാൻ, ഡാളസിൽ ഫോർട്ട് വർത്തിലേക്ക് മൂവ് ചെയ്ത് അവിടെ കൃപയാൽ ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാകുന്നു. ഇപ്പോഴും ഞാൻ 6 പ്രയർ ലൈനുകളിൽ എല്ലാ ആഴ്ചകളിലും പറയുവാൻ ദൈവം അവസരങ്ങളെ തരുന്നു. 5 പ്രയർ ലൈനുകളിൽ 3 ഹിന്ദി പ്രയർ ലൈനുകളിൽ ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ട്. സൂമിൽ കൂടെയും മറ്റുമൊക്കെയും ഫോണിൽ കൂടെയും. അത് ഒന്ന് ഇൻഡോറിൽ ഉള്ളതാകുന്ന പ്രയർ ലൈനാണ്. അത് രാജസ്ഥാനിലും അതുപോലെ യു പിയിലുമുള്ള പല പാസ്റ്റർമാരെ, ഹിന്ദിക്കാരായ പാസ്റ്റർമാരൊക്കെ കയറാറുണ്ട്. അടുത്തത് പിന്നെ പാലഘട്ടിലുള്ളൊരു പ്രയർ ലൈൻ ഉണ്ട്. അതിനകത്തും ധാരാളം ആളുകൾക്ക് കയറുന്നുണ്ട്. ഇങ്ങനെയുള്ള സൂമിൽ കൂടെയും ന്യൂയോർക്കിൽ ഒരു ഗുജറാത്തിയുള്ള പ്രയർ ലൈനിലും ഒക്കെയും സംസാരിപ്പാൻ, ഹിന്ദി ഭാഷയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവനെ അവിടെയൊക്കെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ മലയാളത്തിലും ഉള്ള ചില പ്രയർ ലൈനുകളിൽ വചനങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെയും പലരുടെയും പ്രാർത്ഥന കൊണ്ടാണ് ദൈവനെ നടത്തുന്നത്. ഇപ്പോൾ 78 വയസ്സിലേക്ക് ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞ് 78ാമത്തെ വയസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വരെയും ദൈവം അത്ഭുതമായി എന്നെ പോറ്റി പുലർത്തുന്നു. ദൈവത്തിൻ്റെ മഹാകരുണയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിക്ക് 4 ആൺമക്കളാകുന്ന കൊച്ചുമക്കളെ ദൈവം തന്നിട്ടുണ്ട്. അവരും ഹല്ലേലൂയ. മൂത്ത കൊച്ചുമകൻ അവന് 20 വയസ്സോളം പ്രായമുണ്ട്. അവൻ കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിലും കർത്താവിന് വേണ്ടി ഇന്ന്
ഹല്ലേലൂയ, യൂത്തിൻ്റെ ഇടയിലൊക്കെയും മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. മറ്റുള്ളവരും അതിനുവേണ്ടി ഉത്സാഹിക്കുന്നു. അതുവരെയും ദൈവം വലിയ നിലയിൽ ദൈവത്തിൻ്റെ വലിയ നടത്തിപ്പോർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഞാൻ യാത്ര ചെയ്തതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല. 97 ആദ്യമായി ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുവാൻ ദൈവം അവസരത്തെ തന്നു. ഊഗണ്ട എന്നൊരു ദൈവദാസൻ ഇൻഡോറിൽ വരികയുണ്ടായി. അതിനൊരു മുഖാന്തരം ദൈവം ഒരുക്കി. അതുവഴി അദ്ദേഹം എന്നെ അവരുടെ ഒരു കൺവെൻഷന് വേണ്ടി വിളിക്കുകയുണ്ടായി. 5 ദിവസത്തെ കൺവെൻഷൻ, 4000-ലധികം ആളുകൾ ഓരോ ദിവസവും കൂടിക്കൊണ്ടിരുന്നു. ആ കൺവെൻഷനിലെല്ലാം ഞാൻ ദൈവവചനം ശുശ്രൂഷിച്ച ശേഷമായിട്ട് അവരെന്നെ പല സ്ഥലങ്ങളിലേക്ക്, കെനിയയിലേക്കും മറ്റുമൊക്കെയും ഓരോരോ സ്ഥലങ്ങളിലേക്ക് മാറി മാറി കൺവെൻഷനുകളൊക്കെ നടത്തി. ആ കൂട്ടത്തിൽ ഖബർലാൻഡ് എന്ന് പറയുന്നതാകുന്ന സ്ഥലത്ത് ഒരു ചർച്ചിനകത്ത് CNI ചർച്ച് പോലൊക്കെയുള്ളതായ ഒരു ചർച്ചിൽ, അത് ആഫ്രിക്കൻ എല്ലാം ചർച്ച് എന്ന് പറയും. ഇപ്പം 3000-ലധികം മെമ്പേഴ്സ് ഉള്ളൊരു ചർച്ചാണ്. അവിടെ അവർ 3 ദിവസത്തെ കൺവെൻഷൻ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു. അങ്ങനെ ഞാൻ ദൈവവചനം ശുശ്രൂഷിച്ചതിനാക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് അതിൻ്റെ 3-ാമത്തെ ദിവസം ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2-3 പ്രാവശ്യം ഒരു പ്രാവ് വെളിയിൽ നിന്ന് വന്നിട്ട് എൻ്റെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ ചുറ്റിപ്പോയി എന്ന് ആ ചർച്ചിലുള്ളവർ എന്നോട് പറഞ്ഞ് ഞാൻ കണ്ടില്ല. എന്നാൽ അതിന് ശേഷമായിട്ട് ഞാൻ കണ്ടത്, ആളുകളെ പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ അതിൻ്റെ ജന്മനാലെ കാല് മുടന്തിയായ ഒരു പെൺകുട്ടി, 20 വയസ്സോളം പ്രായമുണ്ട്, ഒരു വടിയുമായിട്ട് അവിടെ വന്ന് ഒരു കാല് കംപ്ലീറ്റായി അത് ശോഷിച്ചതാണ്. മറ്റേ കാലിലാണ് നിൽക്കുന്നത്, വടിയും കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നപ്പോൾ ഞാൻ അവളുടെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, യേശുവിൻ്റെ നാമത്തിൽ നീ വടി കളഞ്ഞിട്ട് നീ നടക്കാനായിട്ട് അവളോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. വാക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ സ്റ്റിക്ക്, ആ വടി ആ റോഡിൻ്റെ കയ്യിലേക്ക് തരികയുണ്ടായി. അതിന് ശേഷമായിട്ട് വിശ്വാസത്താൽ അവൾ കാല് എടുക്കാനായി പരിശ്രമിച്ചപ്പോൾ തന്നെ അവിടെ മറ്റേ കാല് പെട്ടെന്ന് വളർന്നു വന്നു. അത് കണ്ടുകൊണ്ട് അതിനകത്തിരുന്നതായ അവിടെ ആളുകൾ, ആഫ്രിക്ക സഹോദരന്മാർ, ചർച്ചിലുണ്ടായിരുന്നവർ വാവിട്ട് കരഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നവരെ കെട്ടിപ്പിടിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നതായ അനുഭവം ഞാൻ കാണുകയുണ്ടായി. അതെൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരു അത്ഭുതം, അനേക കാര്യങ്ങൾ ദൈവം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു വലിയ അത്ഭുതമായി എനിക്ക് മനസ്സിലാക്കി. കുവൈറ്റിലും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ പോയിടത്തൊക്കെയും പല രോഗികളെയും കർത്താവ് ശക്തമായി സൗഖ്യമാക്കിയിട്ടുണ്ട്. ഇൻഡോറിലും പല ക്യാൻസർ രോഗികളെ ദൈവം സൗഖ്യമാക്കിയതിനെ കുറിച്ച് പറയാൻ ഒത്തിരിയുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ആഫ്രിക്കൻ രാജ്യത്ത് അങ്ങനെയുള്ളതായ അനുഭവം കർത്താവ് ചെയ്തത് കൊണ്ട് ഞാൻ 5 പ്രാവശ്യം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മിഷന് വേണ്ടി പോകുവാൻ ദൈവം അവസരങ്ങളെ തന്നു. ഉഗാണ്ട, കെനിയ, തൻസാനിയ ആദിയായ രാജ്യങ്ങൾ. കഴിഞ്ഞ വർഷവും തൻസാനിയയിൽ എനിക്ക് അവിടെ മിനിസ്ട്രി ചെയ്യുവാൻ ദൈവം അവസരങ്ങളെ ഒരുക്കി തന്നിട്ടുണ്ട്. അതോട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും കർത്താവ് അങ്ങനെയുള്ളതായ മിനിസ്ട്രിയിൽ എന്നെ ഉപയോഗിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. ഈ സമയം തന്ന ദൈവദാസനോട് ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. വിനിപാസ്റ്റേയും കുടുംബത്തെയും അവരുടെ മിനിസ്ട്രിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. എൻ്റെ ഭാര്യയും വളരെ തീഷ്ണതയോടെ ഈ മിനിസ്ട്രിയിൽ എന്നെ സഹായിച്ച സഹോദരിയാണ്. അവളുടെ പേര് ശോശമ്മ ജോർജ് എന്നാണ്. അവളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങളാണ് പങ്കുവച്ചത്. പല സ്ഥലങ്ങളിലേക്കും ദൈവം അയച്ചു. അവിടെയൊക്കെ ദൈവപ്രവൃത്തി കാണുവാൻ ഇടയായി തീർന്നു. ദൈവം ഓരോ വ്യക്തികളെ ഒരുക്കി, അല്ലേ? ഓരോ ചെല്ലുന്ന സ്ഥലങ്ങളിലും കർത്താവ് ഓരോ വ്യക്തികളെ ഒരുക്കി. അപ്പോൾ നമ്മൾ വിശ്വാസത്തോട് ചുവട് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് മുമ്പായിട്ട് ദൂതനെ അയക്കുമെന്ന് പറയുന്നത് പോലെ അതിനുള്ള ക്രമീകരണങ്ങൾ കർത്താവ് ചെയ്യും. അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും. അതാണ് ജീവിതാനുഭവത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്ക് ഈ പ്രിയപ്പെട്ട പാസ്റ്ററുകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യാനുള്ളത്. ശരിയല്ലേ പാസ്റ്ററുകളെ? കർത്താവിൻ്റെ വിശ്വസ്തത. അതെ, കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഇനി അനേകർക്ക് അനുഗ്രഹമായി നിൽക്കുവാൻ കർത്താവ്
പ്രിയ ദേവദാസിനെ ഉപയോഗിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട പാസ്റ്റർക്ക് തന്നെ ചുരുക്കമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ കരുണ, ആർദ്രത, കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഞാൻ കർത്താവേ, ഈ മിനിസ്ട്രി ചെയ്യുന്നതായ ഈ സാക്ഷ്യങ്ങൾ അനേകർക്ക് അത് ഹല്ലേലൂയ പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം റെക്കോർഡ് ചെയ്യുകയും പബ്ലിഷ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ ഭാഷ പിന്നെയും കുടുംബത്തെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആസാദി പ്രയർ ലൈനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അനേകർക്ക് ഇത്ര അനുഗ്രഹമാക്കി കർത്താവ് മാറ്റിയിട്ടുണ്ടല്ലോ. ഇതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അവരെല്ലാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹവും ആമേൻ, അവരുടെ ജീവിതത്തിൽ കർത്താവേ ഒരു വിശ്വാസം വർദ്ധിക്കുവാൻ സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുവാനായി ഭയപ്പെട്ട് നിൽക്കുന്ന ജീവിതങ്ങൾ ഈ കേൾക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആമേൻ, അങ്ങയിൽ വിശ്വസിച്ചാൽ, അങ്ങയുടെ വാക്കിന് വലയിറക്കിയാൽ യാതൊരു നിലയിൽ ലജ്ജിപ്പാൻ ഇടയാകുകയില്ല. യഹോവ ജീവിക്കുന്ന, യേശു വലിയവൻ, യേശു പ്രവർത്തിപ്പാൻ ശക്തനെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്റ്റെപ്പുകൾ വിശ്വാസത്തിനു വേണ്ടി, സുവിശേഷത്തിനു വേണ്ടി ഈ നാളുകളിൽ ഇറങ്ങുവാൻ അനേകരെ കർത്താവ് ഉപയോഗിക്കുമാറാകണമേ. നിന്റെ കരങ്ങളിൽ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ പിതാവ്. ആമേൻ, 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 ആമേൻ. പ്രിയ പാസ്റ്ററോട് ഒരു പ്രാവശ്യം നന്ദി പറയുകയാണ്. ഇത്രയും സമയങ്ങൾ ഞങ്ങളോടൊപ്പം വന്ന് വിനിയോഗിച്ചതിൽ ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രേക്ഷകരോട് നന്ദി പറയുന്നു. എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.